നമസ്കാരം. മാർക്ക് മോൺഗോമറി കാത്തിരുന്ന ഒരു ആളാണ് ഇപ്പോ മാർക്കിന്റെ മുന്നിലിരിക്കുന്നത്. ഫലത്തിൽ ഒരാളല്ല, രണ്ടുപേർ ഇരിക്കുകയാണ്. ഡസൺ റൈസ് ആണ് ലോഗൻ റൈസ് എന്നുള്ള ഏകദേശ ധാരണ മാർക്കിന് ഇപ്പോ ഉണ്ട്. ഡസൺ റൈസിനെ ആരും അറിയാതെ കൊലപ്പെടുത്താനുള്ള ഒരു മാർഗത്തെക്കുറിച്ച് മാർക്ക് മോൺഗോമറി ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ രണ്ട് സ്ത്രീകളും മാർക്കിനെ തേടിയെത്തിയത്. ഡസൺ കിരൺ ലോഗൻ റൈസ് ആണ്. സ്റ്റോണിയിൽ വെച്ച് കിരൺ ലോഗൻ റൈസ് കൊല്ലപ്പെട്ടാൽ ആ കൊലപാതകത്തിന്റെ ഉത്തരവാദികളെ സ്വാഭാവികമായിട്ടും റൂഫസ് റൈസിന്റെ വെസ്റ്റ് ലുക്കോസിയ തേടിയെത്തും. റൂഫസ് റൈസിന്റെ വെസ്റ്റ് ലുക്കോസിയയിൽ 5 ലക്ഷം ബ്ലാക്ക് ടൈഗേഴ്സിന്റെ സേനയുണ്ട്. ആ സേന അതിശക്തമാണ്. സ്റ്റോണിയിലേക്ക് വെസ്റ്റ് ലുക്കോസിയ സൈന്യത്തെ നയിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ആ കാര്യം മാർക്ക് മോൺഗോമറിക്ക് അറിയാം. എന്നാൽ ലോഗൻ റൈസിനെ കൊല്ലേണ്ടതിന്റെ ആവശ്യകത മാർക്കിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് മാർക്ക് ഡസനെ കൊല്ലാനായി ഒരു പ്ലാൻ ഉണ്ടാക്കിയത്. ആ പ്ലാൻ അനുസരിച്ച് മാർക്കുമായി ബന്ധപ്പെട്ട ആരും ഡസനെ കൊല്ലുന്ന സംഘത്തിന്റെ ഭാഗമാകാൻ പാടില്ല. മറ്റാരെങ്കിലും ആയിരിക്കണം ഡസനെ കൊല്ലേണ്ടത്. ആരെങ്കിലും മുന്നിൽ നിർത്തി പിന്നിൽ നിന്ന് ഡസനെ കൊല്ലണം. അതാണ് കഥ. മുന്നിൽ നിർത്താൻ പറ്റിയ കഥാപാത്രത്തെ കുറിച്ച് മാർക്ക് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇതാ ഇസബെല്ല ടോർബിയും പിന്നെ സ്റ്റെർലിംഗ് കുടുംബത്തിലെ വിക്ടോറിയയും അവിടെ എത്തിയിരിക്കുന്നത്. അവരുടെ അഭിപ്രായങ്ങളൊക്കെ കേട്ടതും മാർക്ക് അവരോട് പറഞ്ഞു, ഓക്കെ, ഞാൻ നിങ്ങൾക്ക് ഒരു ചാൻസ് തരാം. നിങ്ങൾക്ക് വേണ്ടിയാണ് ഡസനെ ഞാൻ കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഞാൻ ഡസനെ കൊല്ലാനുള്ള ആളുകളെ ഏർപ്പാട് ചെയ്തോളാം. പക്ഷേ ഡസനെ നിങ്ങൾ ഞാൻ പറയുന്ന സ്ഥലത്ത് എത്തിക്കണം. മാർക്ക് പറഞ്ഞതുപോലെ ചെയ്യാമെന്ന് ഇസബെല്ല ഏറ്റു. അത് കേട്ടതും മാർക്ക് ഇസബെല്ലയും വിക്ടോറിയയും നോക്കിയിട്ട് അവരോട് പറഞ്ഞു, നോക്ക്, നിങ്ങൾ കളിക്കുന്നത് തീ കൊണ്ടാണ്. നിങ്ങൾ പറഞ്ഞതുപോലെ ഡസനെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ചിലപ്പോൾ എനിക്ക് നിങ്ങളെ കൊല്ലേണ്ടി വരും. വളരെ കൂളായിട്ടാണ് മാർക്ക് മോൺഗോമറി ആ വാചകം പറഞ്ഞത്. ഡസൺ റൈസിനെ മാർക്ക് പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുക്കാമെന്ന് ഇസബെല്ല ഏറ്റപ്പോൾ അതിങ്ങനെ ഒരു കുരുക്കാകുമെന്ന് ഇസബെല്ല ഒരിക്കലും ആലോചിച്ചിരുന്നില്ല. പക്ഷെ അവൾക്ക് മടങ്ങിപ്പോകാൻ കഴിയാത്ത ശൈലിയിൽ അവൾ മുന്നേറിയിരിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരം ഒരു സാഹചര്യത്തിൽ അവൾ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവൾ ധൈര്യപൂർവ്വം മാർക്കിനോട് പറഞ്ഞു, യുവർ ഹൈനസ്, ഞാൻ അങ്ങ് പറയുന്ന എന്ത് കാര്യം ചെയ്യാൻ ഒരുക്കമാണ്. ഞങ്ങളുടെ ജീവൻ പണയം വെച്ച് തന്നെയാണ് ഞങ്ങൾ ഈ ഗെയിമിന് ഇറങ്ങുന്നത്. ഈ സംഭാഷണം കഴിഞ്ഞ് കൃത്യം ഒരു ദിവസം കഴിഞ്ഞതും ഡസൺ റൈസിനെ ഇസബെല്ല ഫോണിൽ വിളിച്ചു. ഡസൺ, എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്. ഇസബെല്ല, എന്താ നിനക്ക് പറയാനുള്ളത്? ഡസൺ, ഹേസലിന്റെ കൊലപാതകത്തിന് പിന്നിൽ മറ്റൊരാൾ കൂടിയുണ്ട്. മറ്റൊരാള് ഗാരി മോൺഗോമറിയുടെ ടീം അല്ലാതെ വേറെ ആളുകൾ ഉണ്ടെന്നാണോ നീ പറയുന്നത്? അത് ഡസൺ, വേറൊരാൾ കൂടിയുണ്ട്. ആ ആളെക്കുറിച്ചുള്ള വിവരം ഞാൻ ഇപ്പൊ കളക്ട് ചെയ്തേ ഉള്ളൂ. ഡസൺ ഇന്ന് സൗത്ത് സിറ്റിയിലെ സൺ ടവറിലേക്ക് വരികയാണെങ്കിൽ ഞാൻ ആ വിവരം നൽകാം. ഡസൺ, ഞാൻ വൈകുന്നേരം 8 മണിക്ക് സൺ ടവറിൽ ഉണ്ടാവും. ഡസൺ അപ്പൊ അവിടെ എത്തിയാൽ മതി. അങ്ങനെ പറഞ്ഞിട്ട് ഡസൺ എന്തെങ്കിലും പറയാൻ കഴിയുമ്പോൾ ഇസബെല്ല ഫോൺ കട്ട് ചെയ്തു. സൗത്ത് സിറ്റിയിൽ എല്ലാവരും അറിയുന്ന ഒരു റെസ്റ്റോറന്റ് ആണ് സൺ ടവർ. അതൊരു റെസ്റ്റോറന്റ് മാത്രമല്ല, മറ്റു പലതുമാണ്. ഡസൺ റൈസിനെ ആ വെന്യൂവിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് ഇസബെല്ലയും വിക്ടോറിയയും കൂടി സൺ ടവറിലേക്ക് തിരിച്ചു. അവര് വൈകുന്നേരം 7 മണിയോടുകൂടി തന്നെ സൺ ടവറിലെത്തി. സൺ ടവറിന്റെ താഴത്തെ നില റെസ്റ്റോറന്റ് ആണ്. രണ്ടാമത്തെ നിലയിൽ ശരിക്കും എന്റർടൈൻമെന്റ് ആക്ടിവിറ്റീസ് ആണ്. ഡാൻസും കരോക്കയും അങ്ങനെ വെറൈറ്റി ഓഫ് ആക്ടിവിറ്റീസ് രണ്ടാമത്തെ നിലയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മൂന്നാമത്തെ നിലയാണ് സൺ ടവറിന്റെ പ്രത്യേകത. അവിടെ അനവധി മുറികളുണ്ട്. ആ മുറികളിൽ തങ്ങാനായി സെലിബ്രിറ്റികളായിട്ടുള്ള പലരും എത്താറുണ്ട്. സിനിമയിലും സീരിയലിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ പ്രസിദ്ധി നേടിയ പല സുന്ദരികളും അവിടെ തമ്പടിക്കാറുണ്ട്. സുന്ദരികൾ മാത്രമല്ല, പണച്ചാക്കുകളും. ആ പണച്ചാക്കുകളുടെ കൂട്ടത്തിൽ സുന്ദരന്മാരും മിലിറ്ററി എക്സ്പെർട്ടുകളും സിനിമാ മേഖലയിൽ നിന്നുള്ള ആളുകളും അധികാര ശ്രേണിയിലുള്ള ആളുകളൊക്കെ കാണും. സ്റ്റോണിയിലെ സുന്ദരിമാരെ നോട്ടമിടുന്ന എലൈറ്റുകളായിട്ടുള്ള ആളുകളാണ് അവിടെ തമ്പടിക്കുന്നത്. ശരിക്കും ഒരു നക്ഷത്ര വേശ്യാലയമാണ് ആ ബിൽഡിങ്ങിന്റെ മൂന്നാമത്തെ നിലയെന്ന് നമുക്ക് നിസ്സംശയം പറയാം. സമൂഹത്തിലെ ഏറ്റവും ശ്രദ്ധിക്കപ്പെടുന്ന, സ്ക്രീനിൽ വെട്ടിത്തിളങ്ങുന്ന ആളുകളൊക്കെയാണ് അവിടെ വരുന്നതെന്ന് മാത്രം. അത്തരത്തിലുള്ള ഒരു ബിൽഡിങ്ങിലേക്കാണ് ഡസൺ റൈസിനെ ഇസബെല്ല ടോർബിയും അതുപോലെ വിക്ടോറിയ സ്റ്റെർലിംഗ് കൂടി ക്ഷണിച്ചിരിക്കുന്നത്. വൈകുന്നേരം 7 മണിയോട് കൂടി ആ റെസ്റ്റോറന്റിലെത്തിയ ഇസബെല്ലയും വിക്ടോറിയയും ഡസനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഇസബെല്ല, അവൻ ഇനി വരാതിരിക്കുമോ? രണ്ടുപേരുടെയും ഓരോ കൈകൾ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ആ പ്ലാസ്റ്റർ ഇട്ട കൈകൾ മേശപ്പുറത്ത് താങ്ങി വെച്ചിട്ടാണ് രണ്ടുപേരും സംസാരിക്കുന്നത്. രണ്ടുപേരുടെയും ഇടത് കൈകളാണ് ഒടിഞ്ഞിരിക്കുന്നത്. വലത് കൈ കൊണ്ട് മുന്നിലിരിക്കുന്ന ടീ പകർന്ന് കുടിച്ചുകൊണ്ട് ഇസബെല്ല വിക്ടോറിയോട് പറഞ്ഞു, അവൻ വരും, അവന് കാര്യങ്ങൾ അറിയാൻ താല്പര്യമുണ്ടാകും.
അവന് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അടുപ്പം ഹെയ്സലിനോടുണ്ട്. ഹെയ്സലിൽ അവൻ ശരിക്കും അവന്റെ കൂടപ്പുറപ്പിനെ കണ്ടിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇസബല്ല ടോർബി ഡെസ്റ്റിനെ നന്നായി മനസ്സിലാക്കിയിരിക്കുന്നു എന്നർത്ഥം. ഇസബല്ലയും വിക്ടോറിയയും കൂടി ഡെസ്റ്റിനെ കുറിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഡെസ്റ്റിൻ റൈസ് ആ റെസ്റ്റോറന്റിലേക്ക് വന്നു. ഡെസ്റ്റിൻ വരുമ്പോഴേക്കും സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആണ്. ഇപ്പോ ആ റെസ്റ്റോറന്റിൽ അത്യാവശ്യം തിരക്കുണ്ട്. തിരക്കുള്ള ആ റെസ്റ്റോറന്റിലേക്ക് ഡെസ്റ്റിൻ റൈസ് കടന്നു വന്നതും ഡെസ്റ്റിൻ ദൂരം തന്നെ ഇസബല്ലയും അതുപോലെ വിക്ടോറിയയും കണ്ടു. അവർ ഇരിക്കുന്ന ടേബിളിന്റെ അടുത്തേക്ക് ഡെസ്റ്റിൻ എത്തിയതും ഇസബല്ല ഡെസ്റ്റിനോട് ഇരിക്കാൻ പറഞ്ഞു. ഡെസ്റ്റിൻ ഇസബല്ലയുടെ അടുത്തിരുന്നതും ഇസബല്ല ഡെസ്റ്റിനോട് പറഞ്ഞു, ഏയ് ഡെസ്റ്റിൻ, എന്താ കഴിക്കാൻ വേണ്ടേ? ഇസബല്ല, ഞാൻ റെസ്റ്റോറന്റിലേക്കാണ് വന്നതെങ്കിലും എനിക്ക് കഴിക്കാനൊന്നും വേണ്ട. ഏയ് ഡെസ്റ്റിൻ, എന്താ ഇത്? ഒന്നുമില്ലെങ്കിലും നമ്മള് സുഹൃത്തുക്കളായിട്ടല്ലേ തുടങ്ങിയത്. ഇസബല്ല പറഞ്ഞ വാചകം അതാണ്. ഒന്നുമില്ലെങ്കിലും നമ്മൾ സുഹൃത്തുക്കളായിട്ടാണല്ലോ തുടങ്ങിയത്. ഇപ്പോ സുഹൃത്തുക്കളല്ലെന്നും ശത്രുക്കളാണെന്നും ആ വാക്ക് വിളിച്ചു പറയുകയാണ്. ഡെസ്റ്റിൻ കൗതുകത്തോടെ ഇസബല്ലിൽ നോക്കിയിട്ട് ഇസബല്ലയോട് ചോദിച്ചു, ഏയ് ഇസബല്ല, എനിക്ക് ശരിക്കും തിരക്കുള്ള സമയത്താണ് നീ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. നീ എന്നെ വിളിച്ച കാര്യം പറ. ഡെസ്റ്റിൻ, ഇത്ര ധൃതി എന്തിനാ? ഞാൻ 8 മണിയോടുകൂടി വരാനല്ലേ ഡെസ്റ്റിനോട് പറഞ്ഞത്. ഇപ്പൊ 7:45 ആയുള്ളൂ. ഡെസ്റ്റിൻ പ്ലീസ്, ഞങ്ങളോട് സഹകരിക്കുക. ഞങ്ങൾക്ക് ഡെസ്റ്റിനോട് ഒരു വിരോധവുമില്ല. ഹെയ്സൽ കൊല്ലപ്പെട്ടതിൽ സത്യമായും ഞങ്ങൾക്ക് ഒരു പങ്കുമില്ല. ഞങ്ങൾക്ക് ഗാരി മോൺഗോമറിയുമായി ഒരു ബന്ധവുമില്ലാതിരുന്നപ്പോഴാണ് ഗാരി ഹെയ്സലിനെ കൊന്നത്. ഡെസ്റ്റിൻ അത് വിശ്വസിക്കണം. ഇസബല്ല, ആ വിഷയം അവിടെ അവസാനിച്ചു. എനിക്കറിയേണ്ടത് നീ പറഞ്ഞ ആ കാര്യമാണ്. ഗാരി മോൺഗോമറിക്ക് പുറമെ മറ്റാർക്കാണ് ഹെയ്സലിന്റെ കൊലപാതകത്തിൽ പങ്കുള്ളത്? ഡെസ്റ്റിൻ വളരെ ഡയറക്റ്റായി ആ ചോദ്യം ചോദിച്ചപ്പോൾ ഇസബല്ല ഒന്ന് പരിങ്ങി. ഡെസ്റ്റിനെ അവിടേക്ക് വിളിച്ചു വരുത്താനായി അവൾ പറഞ്ഞ ആ കള്ളം ഡെസ്റ്റിൻ തുടക്കത്തിലെ പൊളിക്കാൻ ശ്രമിക്കുകയാണ്. ഇസബല്ലയുടെ ഡിഫൻസ് പൊളിയുന്നത് മനസ്സിലായതും വിക്ടോറിയ ഡെസ്റ്റിനോട് പറഞ്ഞു, ഡെസ്റ്റിൻ, എന്താ ഇങ്ങനെ? ഡെസ്റ്റിൻ ആദ്യം കാണുന്നത് അങ്ങ് മിൽസ്ബർഗ് വെച്ച അന്നേ ഡെസ്റ്റിൻ ഇങ്ങനെയാ ദേഷ്യപ്പെട്ട് സംസാരിക്കും. എന്താ ഡെസ്റ്റിൻ ഇങ്ങനെ? വിക്ടോറിയ വിഷയം മാറ്റാൻ വേണ്ടി ഡെസ്റ്റിനോട് അങ്ങനെ പറയുമ്പോഴാണ് ഒരു സുന്ദരി അവരുടെ അടുത്തേക്ക് വന്നത്. വളരെ സെക്സി ആയിട്ടുള്ള വേഷം ധരിച്ച, ആരും ഒന്ന് നോക്കിപ്പോകുന്ന ഉടയാടകൾ അണിഞ്ഞ സുന്ദരിയായ ആ സ്ത്രീ ആ മേശയ്ക്ക് അടുക്കിലേക്ക് വന്നപ്പോൾ ഡെസ്റ്റിനും അവരൊന്ന് നോക്കി. ഡെസ്റ്റിനെ കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് ആ സ്ത്രീ ഡെസ്റ്റിനോട് ചോദിച്ചു, ഹാൻസം, ഇവിടെ ആദ്യമായിട്ടാണോ വരുന്നത്? വളരെ ഇമ്പമുള്ള ഒരു ശബ്ദമാണ് ആ സ്ത്രീക്കുള്ളത്. ഡെസ്റ്റിനോട് അങ്ങനെ ചോദിച്ചുകൊണ്ട് ആ സ്ത്രീ ഡെസ്റ്റിന്റെ അടുത്തേക്ക് ചേർന്ന് നിൽക്കുകയാണ്. ഈ കാഴ്ച ഇസബല്ലയും വിക്ടോറിയയും കണ്ടു. അവരുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി പതുക്കെ വിടർന്നു വരികയാണ്. ഡെസ്റ്റിന്റെ അടുത്തേക്ക് ആ സ്ത്രീ ചേർന്ന് നിന്നതും ഇസബല്ല ആ സ്ത്രീയോട് പറഞ്ഞു, ഹേയ് മാച്ച് മേക്കർ, നിങ്ങൾ ഇന്ന് ശരിക്കും സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. താങ്ക് യു ഇസബല്ല, താങ്ക് യു. ഈ റെസ്റ്റോറൻറ്റിൽ വരുന്ന ആളുകളെ എന്റർടൈൻ ചെയ്യിക്കലാണല്ലോ എൻ്റെ ചുമതല. സ്വാഭാവികമായിട്ടും എനിക്ക് നന്നായിട്ട് വസ്ത്രം അണിഞ്ഞല്ലേ പറ്റൂ. ചിരിച്ചുകൊണ്ട് അങ്ങനെ സംസാരിച്ച മാച്ച് മേക്കർ ഡെസ്റ്റിന്റെ ഷോൾഡറിൽ ഇപ്പൊ കൈവച്ചിരിക്കുകയാണ്. ശരിക്കും പരിചയമുള്ള ഒരു ഫ്രണ്ടിന്റെ പുറത്ത് കൈവയ്ക്കുന്നത് പോലെ മാച്ച് മേക്കർ ഡെസ്റ്റിന്റെ പുറത്ത് കൈവച്ചിട്ട് ഡെസ്റ്റിനോട് ചോദിച്ചു, ഹലോ ഫ്രണ്ട്, എന്താ നിങ്ങളുടെ പേര്? ആ സ്ത്രീ അങ്ങനെ ചോദിച്ചതും ഡെസ്റ്റിൻ റൈസ് അവരോട് പറഞ്ഞു, നോക്ക്, എനിക്ക് നിങ്ങളോട് സംസാരിക്കാനായി പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എൻ്റെ പേര് അറിയേണ്ട കാര്യവുമില്ല. വളരെ വ്യക്തവും അതേസമയം ലേശം നെഗറ്റീവുമായിട്ടുള്ള ഒരു ഉത്തരമാണ് ഡെസ്റ്റിൻ റൈസ് ആ സ്ത്രീയോട് പറഞ്ഞത്. അത് കേട്ടതും ഡെസ്റ്റിന്റെ ഷോൾഡറിൽ കൈവച്ചിരിക്കുന്ന ആ സ്ത്രീയുടെ മറുകൈ ഒന്ന് തുറക്കുകയാണ്. അപ്പോഴാണ് നമ്മളും അത് ശ്രദ്ധിക്കുന്നത്. അവളുടെ വലത് കൈ യഥാർത്ഥത്തിൽ അവൾ മുറുക്കി പിടിച്ചിരിക്കുകയായിരുന്നു. ആ കൈ അവൾ അങ്ങ് തുറന്നതും ആ കൈയിൽ നിന്ന് ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു രംഗം ഉണ്ടാവുകയാണ്. ആ കയ്യിൽ നിന്ന് കുഞ്ഞു ചിത്രശലഭങ്ങൾ പതുക്കെ പുറത്തേക്ക് വന്നു തുടങ്ങി. ചിത്രശലഭങ്ങളുടെ ഒരു കൂട്ടം അവളുടെ ആ ഉള്ളം കയ്യിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. ആ ചിത്രശലഭങ്ങൾ അവളെയും ഡെസ്റ്റിൻ റൈസിനെ അങ്ങ് വളഞ്ഞു. ആ ചിത്രശലഭങ്ങൾ ഡെസ്റ്റിനെ പുറത്തൂടെ അങ്ങനെ തൊടുമ്പോൾ ഡെസ്റ്റിന് ഒരു കുളിര് ഉണ്ടാകുന്നത് പോലൊരു തോന്നൽ അത് കാണുന്ന ഇസബല്ലയ്ക്കും അതുപോലെ വിക്ടോറിയയ്ക്കുമുണ്ട്. ആ മാച്ച് മേക്കർ ഡെസ്റ്റിനെ അവളിലേക്ക് അടുപ്പിക്കുന്ന ആ രംഗം കണ്ട വിക്ടോറിയയുടെയും അതുപോലെ ഇസബല്ലയുടെയും കണ്ണുകൾ തമ്മിൽ ഒന്ന് ഇടഞ്ഞു. അവർ വിചാരിക്കുന്നത് പോലെ ഇതാ കാര്യങ്ങൾ നടക്കാൻ പോവുകയാണ്. അങ്ങനെ അവർക്ക് തോന്നിയ അതേ നിമിഷത്തിൽ ഡെസ്റ്റിൻ റൈസ് പെട്ടെന്ന് ഒന്ന് ഊതി. ഡെസ്റ്റിൻ റൈസിന്റെ വായിൽ നിന്ന് ഒരു കാറ്റ് പുറത്തേക്ക് വന്നതും ഡെസ്റ്റിനെ വലയം ചെയ്തിരുന്ന ആ ചിത്രശലഭങ്ങളൊക്കെ പെട്ടെന്ന് അപ്രത്യക്ഷമായത്. ശരിക്കും ഒരു മായിക പ്രപഞ്ചം ആ മാച്ച് മേക്കർ അവിടെ സൃഷ്ടിച്ചതാണ്. ആ മായിക പ്രപഞ്ചത്തെയാണ് ഡെസ്റ്റിൻ ഒന്ന് ഊതി പറപ്പിച്ചിരിക്കുന്നത്. അത് കണ്ടതും ആ മാച്ച് മേക്കർ ശരിക്കും ഒന്ന് അമ്പരുന്നു തോന്നുന്നു. അവളുടെ മുഖത്ത് ചെറിയൊരു വിളർച്ചയുണ്ട്. ഡെസ്റ്റിൻ ആ മാച്ച് മേക്കറുടെ കൈ തട്ടി മാറ്റിക്കൊണ്ട് അവളോട് പറഞ്ഞു, ഞാൻ ഒരിക്കൽ കൂടി നിന്നെ വാൺ ചെയ്യുകയാണ്.
നിന്റെ ഈ ചാമിങ് ടെക്നിക് നീ എന്റെ അടുത്തല്ല എടുക്കേണ്ടത്. എനിക്ക് ഇതിൽ താല്പര്യമില്ല. പ്ലീസ് ഗോ അവേ. ഗെറ്റ് ഔട്ട് പറയുന്നതിന് പകരം മാന്യമായിട്ട് ഡസൻ ആ സ്ത്രീയോട് സംസാരിച്ചതാണ്. അത് ആ സ്ത്രീക്ക് മനസ്സിലായി. അവൾ ചിരിച്ചുകൊണ്ട് ഇസബല്ലയോട് പറഞ്ഞു, ഹേ ഇസബല്ല, ഞാൻ ശ്രമിച്ചതാണേ, പക്ഷേ എനിക്ക് ഇദ്ദേഹത്തെ സ്വാധീനിക്കാൻ പറ്റിയില്ല, സോറി. അങ്ങനെ പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്ന് മുന്നോട്ട് നടക്കുകയാണ്. അവരുടെ ആ നടത്തം ആരും ഒന്ന് ശ്രദ്ധിക്കുന്ന ശൈലിയിലാണ്. ശരിക്കും ഒരു സെക്സി നടത്തമെന്ന് നമുക്ക് വേണമെങ്കിൽ അതിനെ വിളിക്കാം. അവരങ്ങനെ നടന്നു പോകുമ്പോൾ ആ റെസ്റ്റോറന്റിലെ ഒട്ടുമുക്കാൽ ആളുകളുടെയും കണ്ണുകൾ ആ സ്ത്രീയിൽ തന്നെയാണ്. ആണും പെണ്ണുമായ മുഴുവൻ ആളുകളും അവളെ തന്നെ അങ്ങനെ നോക്കിയിരിക്കുമ്പോൾ ആ മാച്ച് മേക്കർ നടന്ന് ലിഫ്റ്റിന്റെ അടുത്തെത്തി. ആ സ്ത്രീ ലിഫ്റ്റിനകത്തേക്ക് കയറുന്നത് വരെയും ആളുകളുടെ ശ്രദ്ധ മുഴുവൻ അവൾ തന്നെയാണ്. ആ സ്ത്രീ പോയി കഴിഞ്ഞതും ഡസ്ബൈസ് ഇസബല്ലയോട് ചോദിച്ചു, ഏയ് ഇസബല്ല, നീ ഇതുവരെയും എന്നോട് കാര്യം പറഞ്ഞിട്ടില്ല. നീ എന്നെ വെറുതെ വിളിച്ചു വരുത്തിയതാണെങ്കിൽ എനിക്ക് നിന്നോട് ഇനി സംസാരിക്കാൻ ഒന്നുമില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ എണീക്കാൻ ശ്രമിച്ചതും ഇസബല്ല ഡസനോട് പറഞ്ഞു, ഏയ് ഡസൻ പ്ലീസ് പ്ലീസ്, ഞാൻ പറഞ്ഞ കാര്യം സത്യമാണ്. അങ്ങനെ പറഞ്ഞിട്ട് ആ സ്ത്രീ അവളുടെ ബാഗിൽ നിന്ന് ഒരു കീ ചെയിൻ എടുത്ത് മേശപ്പുറത്ത് വെച്ചു. ആ കീ ചെയിനിൽ റൂമിന്റെ നമ്പറാണ് എഴുതിയിരിക്കുന്നത്, നമ്പർ 11. ഡസൻ ഈ 11ാം നമ്പർ മുറിയിൽ ഡസ്റ്റിന് വിവരം നൽകേണ്ട ആളുണ്ട്. ഏയ് ഇസബല്ല, നീ പറഞ്ഞത് ശരിയാണോ? ഏയ് ഡസൻ, ഞാൻ എന്തിന് ഡസ്റ്റിനോട് കള്ളം പറയണം? അങ്ങനെ ഇസബല്ല പറഞ്ഞതും ഡസൻ ആ താക്കോല് കയ്യിലെടുത്തു. താക്കോലിലോട്ടൊന്ന് നോക്കിയിട്ട് ഡസൻ ഇസബല്ലയോട് പറഞ്ഞു, ഏയ് ഇസബല്ല, നീ കൂടെ വാ, നമുക്ക് ആ റൂമിൽ കയറി നോക്കാം. ഏയ് ഡസൻ, അത് വേണ്ട, നിങ്ങളെ ഒറ്റയ്ക്ക് കാണണമെന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. ഞാൻ അവിടേക്ക് വരുന്നത് ശരിയല്ല. ഡസൻ റൈസിന് രഹസ്യ വിവരങ്ങൾ നൽകാനുള്ള വ്യക്തി ആ റൂം നമ്പർ 11 ഉണ്ടെന്നാണ് ഇസബല്ല ഡസനോട് പറയുന്നത്. ഇസബല്ലയെ നിർബന്ധിച്ചാലും ഇസബല്ല തനിക്കൊപ്പം വരാൻ സാധ്യതയില്ല. ഇസബല്ല ചിലപ്പോ ഒരു കെണി അവിടെ ഒരുക്കിയിട്ടുണ്ടാവും. അത് ഡസൻ ഏതാണ്ട് ഉറപ്പാണ്. എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം എന്ന് കരുതി ഡസൻ ആ കീയുമായി എണീറ്റു. ആ കീയുമായി എണീറ്റ ഡസൻ റൈസ് ഇസബല്ലയും വിക്ടോറിയയും ഒന്ന് സൂക്ഷിച്ചു നോക്കി. അതിനുശേഷം അവരോടായി പറഞ്ഞു, ഞാൻ മടങ്ങി വരുമ്പോൾ നിങ്ങൾ ഇവിടെ ഉണ്ടാകണം. അത് കേട്ടതും വിക്ടോറിയ ഇസബല്ലയും ഉടൻ തന്നെ ഡസനോട് ആ കാര്യം സമ്മതിക്കുകയാണ്. ഡസൻ വന്നതിന് ശേഷമേ അവർ പോകത്തുള്ളൂ. അങ്ങനെ പറയുമ്പോൾ രണ്ടുപേരുടെയും കണ്ണുകളിൽ ശരിക്കും ഒരു കുസൃതി കലർന്ന പുഞ്ചിരി അങ്ങനെ വിരിഞ്ഞു വരികയാണ്. ഡസൻ അവരൊന്ന് നോക്കിയിട്ട് ലിഫ്റ്റിന് നേരെ നടന്നു. 1ാമത്തെ നിലയും 2ാമത്തെ നിലയും 3ാമത്തെ നിലയും 1ാമത്തെ നിലയിൽ ഇരിക്കുമ്പോൾ തന്നെ കാണാം. 1ാമത്തെ നിലയിലെ റെസ്റ്റോറന്റ്, 2ാമത്തെ നിലയിൽ ഒരു ഹാഫ് ബാൽക്കണിയാണ്, 3ാമത്തെ നിലയിലും ഒരു ഹാഫ് ബാൽക്കണി ഉണ്ട്. 3ാമത്തെ നിലയിൽ നിൽക്കുന്ന ആളുകൾക്ക് താഴെ റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന ആളുകളെ കാണാം. 2ാമത്തെ നിലയിലെ എന്റർടൈൻമെന്റിന് വേണ്ടി വരുന്ന ആളുകളും 3ാമത്തെ നിലയിൽ താമസിക്കുന്ന ആളുകളും കൂടെ റെസ്റ്റോറന്റിലേക്ക് നോക്കാറുണ്ട്. റെസ്റ്റോറന്റിൽ ഇരിക്കുന്ന ആളുകളും ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് നോക്കുന്നുണ്ട്. ആ കാഴ്ച കണ്ടുകൊണ്ടാണ് ഡസൻ റൈസ് ലിഫ്റ്റിനടുത്തേക്ക് വരുന്നത്. ഡസൻ ലിഫ്റ്റിൽ 3ാമത്തെ നിലയിലെത്തി. ആകെ 3 നിലയുള്ള ബിൽഡിംഗ് ആണ്. ഡസൻ റൈസ് ലിഫ്റ്റിൽ 3ാമത്തെ നിലയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അവിടെ കോറിഡോറിൽ ഒരു ഗാർഡ് നിൽപ്പുണ്ട്. ആ ഗാർഡിനെ ഡസൻ റൈസ് ആ താക്കോല് കാണിച്ചതും ഗാർഡ് ഡസനെ കൊണ്ട് മുന്നോട്ട് നടന്നു. സർ വരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ നടക്കുന്നത്. ലിഫ്റ്റ് ഇറങ്ങി വരുന്ന ആളുകളെ ബഹുമാനപൂർവ്വം സ്വീകരിച്ച് അതാത് മുറികളിൽ കൊണ്ടാക്കാനായി അവിടെ പരിചാരകരെ നിർത്തിയിരിക്കുകയാണ്. ഡസൻ റൈസുമായി ആ ചെറുപ്പക്കാരൻ 11ാമത്തെ നമ്പർ മുറിയുടെ മുന്നിലെത്തി. ആ മുറിയുടെ മുന്നിലെത്തിയതും ചെറുപ്പക്കാരൻ ഡസനോട് പറഞ്ഞു, സർ ഇതാണ് അങ്ങയുടെ റൂം. ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറഞ്ഞിട്ട് ഡസൻ നോക്കി ചിരിച്ച് വന്ന സ്ഥലത്തേക്ക് അങ്ങ് മടങ്ങി. അവൻ മടങ്ങിപ്പോകുന്നത് ഒന്ന് നോക്കിയിട്ട് ഡസൻ കീ ഉപയോഗിച്ച് ആ ഡോറ് തുറന്നു. ഡസൻ കാണുന്നത് വിശാലമായ ഒരു മുറിയാണ്. ഒരു സിറ്റ് ഔട്ടും ബെഡ്റൂം ഒക്കെ ഉള്ള ഒരു സ്യൂട്ട് റൂമിലേക്കാണ് ഡസൻ റൈസ് കടന്നിരിക്കുന്നത്. സ്യൂട്ട് റൂമിലേക്ക് കടന്ന ഡസൻ ആ സിറ്റ് ഔട്ട് ഒന്ന് നോക്കി. ആ സിറ്റ് ഔട്ടിൽ ആരും തന്നെ ഇല്ല. സിറ്റ് ഔട്ടിൽ ഒന്ന് സൂക്ഷിച്ചു നോക്കിയിട്ട് ഡസൻ റൈസ് ബെഡ്റൂമിന്റെ വാതിൽ ഒന്ന് തള്ളി തുറന്നു. ആ വാതിൽ തള്ളി തുറക്കുമ്പോൾ ഡസൻ ബെഡ്റൂമിലെ ബെഡിൽ ഒരാൾ കിടക്കുന്നത് വാതിൽക്ക് വെച്ചേ കണ്ടു. അയാൾ പുതപ്പ് മൂടി കിടക്കുകയാണ്. അത് കണ്ട ഡസൻ വാതിൽ തുറന്ന് നേരെ ബെഡിനടുത്തെത്തി. ഡസൻ ആ പുതപ്പ് വലിച്ചിങ്ങെടുത്തു. ആ പുതപ്പ് വലിച്ചെടുത്ത ഡസൻ ശരിക്കും ഞെട്ടി എന്ന് തന്നെ പറയാം. ഡസൻ റൈസ് അല്പം നേരത്തെ കണ്ട ആ മാച്ച് മേക്കറാണ് ആ ബെഡിൽ അങ്ങനെ കിടക്കുന്നത്. അവർ ചരിഞ്ഞു കിടക്കുകയാണ്. ആ ചരിഞ്ഞു കിടക്കുന്ന സുന്ദരിയായ മാച്ച് മേക്കർ പൂർണ്ണ നഗ്നയാണ്. ഡസൻ റൈസ് ആ നഗ്ന ശരീരത്തിൽ മറ്റൊരു കാര്യം കൂടി കണ്ടു. അവരുടെ നെഞ്ചിൽ ഒരു ചെറിയ കത്തി കുത്തിക്കയറ്റിയിരിക്കുകയാണ്. ആ കത്തി അവരുടെ നെഞ്ച് പിളർന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ട്. ആ കത്തി കയറിയിരിക്കുന്ന ഭാഗത്തുകൂടി രക്തം
പുറത്തേക്ക് പമ്പ് ചെയ്യുന്നുണ്ട്. ആ സ്ത്രീ പൂർണ്ണ നിശ്ചലയാണ്. ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പാണ് ആ സ്ത്രീ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ആ കാഴ്ചയൊന്ന് നോക്കി ഡസൻ റൈസ് പെട്ടെന്ന് ആ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാൻ പോയതും ആ സ്യൂട്ട് റൂമിലേക്ക് 2 സ്ത്രീകൾ കടന്നു വന്നു. ആ സ്ത്രീകൾ അകത്തേക്ക് കിടക്കുമ്പോൾ ബെഡ്റൂമിലേക്കുള്ള വാതിൽ തുറന്നു കിടക്കുന്നതാണ് കണ്ടത്. ബെഡ്റൂമിലേക്ക് നോക്കിയ അവർ കാണുന്നത് അവിടെ നിൽക്കുന്ന ഡസൻ റൈസിനെയാണ്. ഡസനെ കണ്ടതും ആ സ്ത്രീകൾ ഡസനോട് ചോദിച്ചു, ഏയ് നീ എന്താ ഇവിടെ? അങ്ങനെ ആ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചപ്പോൾ രണ്ടാമത്തെ സ്ത്രീ ബെഡിൽ കിടക്കുന്ന മാച്ച് മേക്കറെ കണ്ടു. മാച്ച് മേക്കറുടെ നെഞ്ചിലൂടെ രക്തം പുറത്തേക്ക് ഒഴുകുന്നതും ആ സ്ത്രീ വ്യക്തമായി കണ്ടു. അത് കണ്ടതും അവർ ഉറക്കെ അലറി, ഏയ് നീ ഇവരെ കൊന്നോ? ആ രണ്ടാമത്തെ സ്ത്രീയുടെ അലർച്ച സ്വാഭാവികമായും ഒന്നാമത്തെ സ്ത്രീയിലും പ്രതിഫലനം ഉണ്ടാക്കിയാണ്. അവരും ആ ചോദ്യം ആവർത്തിച്ചു. ആ ചോദ്യം ആവർത്തിച്ചത് മാത്രമല്ല, വാതിലക്കിലേക്ക് ഓടിയ ആ സ്ത്രീ ഉറക്കെ അവിടെ നിന്ന് വിളിച്ചു പറയുകയാണ്, മാച്ച് മേക്കറെ കൊന്നേ, മാച്ച് മേക്കറെ കൊന്നേ. കേൾക്കേണ്ട താമസം ആ കോറിഡോറിൽ ഉണ്ടായിരുന്ന ആ സൺ ടവറിലെ സെക്യൂരിറ്റി സ്റ്റാഫുകളും പരിചാരകരും അവിടേക്ക് ഓടി വന്നു. അനവധി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഓടി വന്നിട്ടുണ്ട്. പെട്ടെന്നാണ് ആ സ്യൂട്ട് റൂമിന്റെ ബെഡ്റൂമിന് പുറത്തുള്ള ഭാഗം ആകെ അങ്ങ് നിറയുന്നത്. ചില ആളുകൾ ബെഡ്റൂമിനകത്തേക്ക് ഓടിക്കേറിയ ആളുകളൊക്കെ നെഞ്ചിൽ കത്തി തറച്ചു കിടക്കുന്ന മാച്ച് മേക്കറെയും അവിടെ സമീപത്ത് നിൽക്കുന്ന ഡസൻ റൈസിനെ മാറി മാറി നോക്കുകയാണ്. പെട്ടെന്ന് ആ ആൾക്കൂട്ടം വല്ലാത്ത ആക്രോശത്തോടുകൂടി ഡസ്റ്റിനെ അലറി തുടങ്ങി. ഏയ് നീ എന്ത് ധൈര്യത്തിലാണ് ഇത് ചെയ്തത്? ഡസ്റ്റിനെ താൻ പെട്ടുവെന്ന് തോന്നിയത് ആ നിമിഷത്തിലാണ്. ശരിക്കും അതിമനോഹരമായ ഒരു ചതി ഡസ്റ്റിന് വേണ്ടി ആരോ ഒരുക്കിയതാണ്. എന്താണ് സംഭവിക്കുന്നതിനെ കുറിച്ച് ഡസ്റ്റിന്റെ മനസ്സിലേക്ക് ഒരു ധാരണ ഉണ്ടായതും ഡസ്റ്റിൻ കാലുയർത്തി തറയിൽ ആഞ്ഞൊന്ന് ചവിട്ടി. ശരിക്കും ആ ചവിട്ട് തറയിൽ സ്പർശിച്ചതും തറയിൽ നിന്ന് ഒരു വേവ്സ് പുറത്തേക്ക് ഉണ്ടാവുകയാണ്. ശരിക്കും ഒരു വേവ്സ് തറയിലൂടെ അങ്ങനെ പാഞ്ഞതും ഡസ്റ്റിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്ന ആ സ്ത്രീകളും ആ മുറിയിലേക്ക് കയറി വന്ന ആളുകളും പെട്ടെന്ന് പല ഭാഗത്തേക്കായിട്ട് അങ്ങ് തെറിച്ചു. അതിനിടയിലൂടെ ഡസൻ റൈസ് ഓടി വാതിലിന്റെ പുറത്തെത്തി. വാതിലിന്റെ പുറത്തേക്ക് ഡസൻ എത്തുമ്പോഴേക്കും പല സ്ഥലത്തു നിന്നും ആളുകൾ അങ്ങോട്ട് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ ഓടി വരുന്ന കണ്ടതും ഡസൻ റൈസ് ആ ബാൽക്കണിയിൽ നിന്ന് ഒരൊറ്റ ചാട്ടം, ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു ചാട്ടമാണ് ഡസൻ റൈസ് നടത്തിയിരിക്കുന്നത്. 3ാമത്തെ നിലയിൽ നിന്ന് ഡസൻ താഴത്തെ നിലയിലേക്ക് ചാടിയത്, റെസ്റ്റോറന്റിന്റെ അകത്തേക്ക്. മുകളിലെ ശബ്ദം ഇതിനിടയിൽ റെസ്റ്റോറന്റിൽ പലരെയും ശ്രദ്ധയപ്പെട്ടിരുന്നു. അമ്പരപ്പോടെ ആളുകൾ മുകളിലേക്ക് നോക്കുമ്പോൾ മുകളിൽ നിന്ന് ഒരു മനുഷ്യൻ താഴേക്ക് ചാടുകയാണ്. എന്താണ് സംഭവിക്കുന്നത് ആർക്കും ഒരു പിടിയില്ല. ഡസൻ റൈസ് താഴെ ചാടി വീഴുമ്പോൾ താഴെ ചാടി വീഴുന്ന ഡസ്റ്റിനെ ഇസബെല്ലയും അതുപോലെ വിക്ടോറിയയും കണ്ടു. അവർ രണ്ടുപേരും മുകളിലേക്ക് കൗതുകത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. ഡസ്റ്റിനെ കാത്ത് എന്തോ ഒരു കുഴപ്പം ഇരിപ്പുണ്ടെന്നുള്ള കാര്യം ആ 2 സ്ത്രീകൾക്കും അറിയാം. എന്താണ് കുഴപ്പം അത് മാത്രമാണ് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നത്. ഡസൻ താഴേക്ക് ചാടിയതും അനവധി ആളുകൾ മുകളിൽ നിന്ന് താഴേക്ക് വിളിച്ചു പറയുകയാണ്, അയാൾ മാച്ച് മേക്കറെ കൊന്നു, മാച്ച് മേക്കറെ കൊന്നു. 3ാമത്തെ നിലയിൽ നിന്നുകൊണ്ട് ആളുകൾ അങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോൾ താഴെ റെസ്റ്റോറന്റിലുള്ള മുഴുവൻ ആളുകളും ശരിക്കും വിശ്വസിക്കാൻ കഴിയാത്ത മുഖഭാവത്തോടുകൂടി ഡസൻ റൈസിനെ തന്നെ അങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്ക് മുമ്പാണ് അവരുടെ കൺമുന്നിലൂടെ ആ മാച്ച് മേക്കർ നടന്നു പോയത്. ആ മാച്ച് മേക്കറെ കണ്ണുവെക്കാതെ നോക്കി നിന്ന ആ പുരുഷാരവും വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി ഡസൻ റൈസിനെ തന്നെ അങ്ങനെ നോക്കി നിൽക്കുകയാണ്. മുകളിൽ നിന്ന് ആളുകൾ വിളിച്ചു പറഞ്ഞ കാര്യം വിക്ടോറിയയും അതുപോലെ ഇസബെല്ലയും കേട്ടു. അവരും ഞെട്ടിയെന്ന് പറയാം. അവരോട് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് സംസാരിച്ച ആ മാച്ച് മേക്കർ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ആ കൊലപാതകവും ഡസനും തമ്മിൽ എന്തോ കണക്ഷൻ ഉണ്ട്. അങ്ങനെ ഒരു ധാരണ വിക്ടോറിയയ്ക്കും ഇസബെല്ലയ്ക്കും സാവധാനം വരുന്നുണ്ട്. സത്യത്തിൽ എന്താ സംഭവം ഇപ്പോഴും വിക്ടോറിയയ്ക്കും ഇസബെല്ലയ്ക്കും അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. അപ്പോഴാണ് ലിഫ്റ്റ് ഇറങ്ങി ഒരാൾ ഓടി വന്നത്. ചുരുണ്ട മുടിയുള്ള അല്പം പൊക്കം കുറഞ്ഞ ആ മനുഷ്യൻ ഓടി വരുന്നതിനിടയിൽ ആ റെസ്റ്റോറന്റിലുള്ള ആളുകളോട് പറഞ്ഞു, ദാ അവൻ നമ്മുടെ മാച്ച് മേക്കറെ കൊന്നു, മാച്ച് മേക്കറെ കൊന്നു എന്നുള്ള കാര്യം ഇതാ ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുകയാണ്. ഇപ്പോ ആളുകളുടെ ശ്രദ്ധ പൂർണ്ണമായും ഡസൻ റൈസ് തന്നെയാണ്. അവർക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വാചകമാണ് ആ ചുരുണ്ട തലമുടിക്കാരൻ പറയുന്നത്. അത് കേട്ടതും ഡസൻ റൈസ് ആ ചുരുണ്ട തലമുടിക്കാരോട് പറഞ്ഞു, ഏയ് നിങ്ങൾ അനാവശ്യം പറയരുത്. അനാവശ്യമോ? ഞങ്ങൾ കണ്ടതാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് 2 സ്ത്രീകൾ താഴേക്ക് ഇറങ്ങി വന്നു. അവരും ലിഫ്റ്റിൽ അതിവേഗം താഴെ എത്തുകയായിരുന്നു. ഡസൻ റൈസ് ആ മുറിയിൽ മരിച്ചു കിടന്ന ആ മാച്ച് മേക്കറിന് അടുത്ത് നിൽക്കുന്നത് സ്വന്തം കണ്ണുകളാൽ കണ്ട ആ സ്ത്രീകളാണ് അവിടേക്ക് ഓടി വന്നിരിക്കുന്നത്. ആ സ്ത്രീകൾ ഉറക്കെ ആൾക്കൂട്ടത്തോട് പറഞ്ഞു, ഞങ്ങൾ കണ്ടതാ ഇയാൾ മാച്ച് മേക്കറെ കൊന്നത്. മാച്ച് മേക്കർ കൊല്ലപ്പെട്ട് കിടക്കുന്നത് കണ്ട ആ സ്ത്രീകൾക്ക് ഡസൻ റൈസിനെ സംശയിക്കാനേ കാരണമുള്ളൂ. ഡസൻ അല്ലാതെ ആ മുറിയിൽ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ആ മുറിയിലേക്ക് ഡസൻ റൈസ് മാത്രമാണ് കടന്നിരിക്കുന്നത്. ഡസന്റെ കയ്യിലാണ് താക്കോൽ ഉണ്ടായിരുന്നത്. ഇപ്പോ അവർ ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ട്. ഡസൻ റൈസ്
ആ മുറിയിലേക്ക് എങ്ങനെ കടന്നു എന്നുള്ള അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ആ സ്ത്രീകൾ താഴെ എത്തിയിരിക്കുന്നത്. ആ സ്ത്രീകൾ അങ്ങനെ പറയുന്നത് കേട്ടതും ആ ചുരുണ്ട തലമുടിക്കാരൻ പെട്ടെന്നൊന്ന് കൈയടിച്ചു. ആ കൈയടിയുടെ അർത്ഥം മനസ്സിലാക്കിയിട്ടെന്നോണം അനവധി ആളുകൾ അവിടേക്ക് ഓടിയെത്തുകയാണ്. യഥാർത്ഥത്തിൽ അവരൊക്കെ ചുറ്റുമുണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. വന്നത് ആ റെസ്റ്റോറന്റിലെ ഗാർഡുകളാണ്. ആയുധധാരികളായ ആ ഗാർഡുകൾ അങ്ങോട്ട് ഓടി അടുക്കുന്ന കണ്ടതും ഇസബല്ല ഉറക്കെ ആ ബോഡി ഗാർഡുകളോട് പറഞ്ഞു, ദാ ഇവനാണ് മാച്ച് മേക്കറെ കൊന്നത്. ഓടി വരുന്ന ഗാർഡുകൾക്ക് വേറെ ആരെങ്കിലും നിർദ്ദേശം കൊടുക്കാൻ ശ്രമിക്കുന്നതിന് മുമ്പേ ഇസബല്ല ആ കാര്യം പറഞ്ഞു കഴിഞ്ഞു. മാച്ച് മേക്കർ ആ റെസ്റ്റോറന്റിന്റെ ഏറ്റവും ആകർഷകയായ വ്യക്തിയാണ്. അവളെ കാണാനും അവളോട് ഇടപഴകാനുമായി ആളുകൾ അങ്ങോട്ട് ഒഴുകിയെത്തുകയാണ്. ആ മാച്ച് മേക്കറെയാണ് ഇതാ ഈ ചെറുപ്പക്കാരൻ കൊന്നിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഗാർഡുകൾക്ക് ആ പറഞ്ഞതിന്റെ അർത്ഥം ശരിക്കും ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. ഗാർഡുകൾ ഇസബല്ല പറഞ്ഞ കാര്യം കേട്ടപ്പോ ശരിക്കും ഞെട്ടി ഒന്ന് നിന്നു പറയാം. ആ നിമിഷത്തിലാണ് ആ ചുരുണ്ട തലമുടിയുള്ള ആ പൊക്കകുറ മനുഷ്യൻ ആ ബോഡി ഗാർഡുകളോട് പറഞ്ഞത് അവനെ പിടിച്ചുകെട്ട്. കേൾക്കേണ്ട താമസം ആ ബോഡി ഗാർഡുകൾ ഗണ്ണുകളും ആയുധങ്ങളുമായി ഡെസിന് നേരെ ഒന്ന് തിരിഞ്ഞ ആ നിമിഷത്തിൽ ഡെസിന് ഇടത് കൈ ഒന്ന് ചലിച്ചു. ആ കൈയുടെ ചലനം പൂർത്തീകരിക്കുമ്പോൾ ഡെസിന് നേരെ കുതിക്കാൻ തുടങ്ങിയ ആ ബോഡി ഗാർഡുകൾ മുഴുവൻ നിശ്ചലമായി നിൽക്കുകയാണ്. ആ മനുഷ്യന്മാരുടെ അക്യൂ പോയിന്റുകളിലേക്ക് ഓരോ നീഡലുകൾ തറച്ചു കയറിയിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട ആ ചുരുണ്ട തലമുടിക്കാരൻ ഡെസ്റ്റിനോട് പറഞ്ഞു, ഹേയ് എഗ്മാൻ, കൊള്ളാമല്ലോ, ഇതുപോലൊരു കാര്യം കാണിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാമെന്ന് നീ കരുതുകയാണോ? നീഡലുകൾ ഉപയോഗിച്ച് അക്യൂ പോയിന്റിനെ അറ്റാക്ക് ചെയ്യുന്ന ആ ടെക്നിക് ശരിക്കും അഭിനന്ദനാർഹമായ ഒന്ന് തന്നെയാണ്. പക്ഷേ അതുകൊണ്ടൊന്നും മാത്രം കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ചെറുപ്പക്കാരൻ ഒന്ന് മുന്നോട്ട് കുതിച്ചു. അയാൾ മുന്നോട്ട് കുതിക്കുമ്പോൾ അയാളുടെ കൈ മുന്നോട്ട് നീളുകയാണ്. ശരിക്കും ഒറ്റ ഇടിക്ക് ഡെസൺ റൈസിനെ തറ പറ്റിക്കാനുള്ള കരുത്ത് അയാൾക്കുണ്ടെന്ന് അയാളുടെ ആ മൂവ്മെന്റ് വിളിച്ചു പറയുകയാണ്. മുന്നോട്ട് നീങ്ങുന്ന അയാളുടെ കൈക്കൊപ്പം ഒരു പവർ കൂടി മുന്നോട്ട് വരുന്നു എന്ന ഫീല് ഡെസൺ റൈസിന്റെ പുറകിൽ നിൽക്കുന്ന ആളുകൾക്ക് തോന്നുന്നുണ്ട്. ശരിക്കും ഒരു ഫോഴ്സ് മുന്നോട്ട് വരികയാണ്. ആ ഫോഴ്സ് ഡെസൺ റൈസിനെ ഇടിച്ച് തെറിപ്പിക്കുമെന്ന് തോന്നിയ നിമിഷത്തിലാണ് ഡെസൺ റൈസ് തിരിച്ച് ഒന്ന് ഇടിച്ചത്. ആ ഇടിയേറ്റ് ആ ചുരുണ്ട തലമുടിക്കാരൻ അനവധി സ്റ്റെപ്പ് പുറകോട്ട് തെറിച്ചു. അയാൾ ആ റെസ്റ്റോറന്റിലെ ടേബിളുകൾക്ക് മുകളിലൂടെ തെറിച്ച് ആ റെസ്റ്റോറന്റിനകത്തേക്ക് വന്ന് വീഴുന്ന കാഴ്ച ഇസബല്ലയും അതുപോലെ വിക്ടോറിയയും ഞെട്ടിപ്പിച്ചില്ല. കാരണം അവർക്കറിയാം ഡെസൺ റൈസ് ശക്തനാണ്. പക്ഷെ താഴേക്ക് തെറിച്ചു വീണ ആ ചെറുപ്പക്കാരൻ ശരിക്കും ഞെട്ടി എന്ന് തന്നെ പറയാം. ഡെസൺ റൈസിനെ കണ്ടാൽ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണെന്ന് ആരും പറയില്ല. അങ്ങനെയുള്ള ഒരാൾ തന്നെ ഇടിച്ചു തെറിപ്പിച്ചത് എങ്ങനെയെന്നൊരു ചോദ്യം താഴെ വീണ അയാൾ എണീക്കാൻ ശ്രമിക്കുമ്പോൾ അയാളുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. ആ നിമിഷത്തിലാണ് ശരിക്കും ആ മുറിയിൽ വല്ലാത്തൊരു പ്രഷർ അനുഭവപ്പെടുന്നത്. സകല ആളുകൾക്കും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്നത് പോലെ ഒരു ഫീല് പെട്ടെന്ന് ആ റെസ്റ്റോറന്റിൽ അനുഭവപ്പെട്ടു. എല്ലാ ആളുകളും ശ്വസിക്കാൻ ബുദ്ധിമുട്ടുന്ന ആ നിമിഷത്തിൽ ഡെസൺ റൈസ് തിരിഞ്ഞ് വാതിൽക്കലേക്ക് നോക്കുമ്പോൾ നല്ല പൊക്കമുള്ള വെളുത്ത വസ്ത്രം ധരിച്ച ഒരു മനുഷ്യൻ അകത്തേക്ക് വരുന്നതാണ് ഡെസൺ കാണുന്നത്. അയാൾ അകത്തേക്ക് വരുമ്പോൾ ശരിക്കും ഒരു സപ്രസ് ചെയ്യുന്ന ഫീൽ എല്ലാ ആളുകൾക്കും അനുഭവപ്പെടുകയാണ്. അയാളുടെ ഓരോ സ്റ്റെപ്പും വല്ലാത്ത മെജസ്റ്റിക് സ്വഭാവമുള്ളതാണ്. അകത്തേക്ക് വന്ന അയാൾ തല ഉയർത്തി എല്ലാവരും നോക്കി. എന്താ ഇവിടെ? അയാളുടെ ചോദ്യം കേട്ടതും ആരോ ഒരാൾ ഉറക്കെ പറഞ്ഞു, മിസ്റ്റർ ഹാൻ, മാച്ച് മേക്കർ കൊല്ലപ്പെട്ടു. മാച്ച് മേക്കർ കൊല്ലപ്പെട്ടെന്നു അമ്പരപ്പോടെ ഹാൻ എന്ന് വിളിക്കപ്പെട്ട ആ ചെറുപ്പക്കാരൻ അങ്ങനെ ചോദിച്ചതും ആ ചുരുണ്ട തലമുടിക്കാരൻ ഡെസിനെ അടിയേറ്റ് വീണ സ്ഥലത്തുനിന്ന് ഓടി ഹാനിന്റെ അടുത്തേക്ക് വന്നു. അയാൾ ഹാനോട് പറഞ്ഞു, മിസ്റ്റർ ഹാൻ ഫാനിങ്, ദയവായി ക്ഷമിക്കണം, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങയുടെ സഹോദരി മാച്ച് മേക്കർ കൊല്ലപ്പെട്ടു. ഹാൻ ഫാനിങ് എന്ന ആ ചെറുപ്പക്കാരന്റെ സഹോദരിയാണ് കൊല്ലപ്പെട്ട മാച്ച് മേക്കർ എന്ന് ആ സംഭാഷണം വിളിച്ചു പറയുകയാണ്. അത് കേട്ടതും ഹാൻ ഫാനിങ് എന്ന് വിളിക്കപ്പെട്ട ആൾ കൈ നിവർത്തി ഒരൊറ്റയാടി. അടി കൊണ്ട് ആ ചുരുണ്ട തലമുടിക്കാരൻ ശരിക്കും ഒന്ന് കറങ്ങി അയാൾ താഴേക്ക് വീഴുമ്പോൾ അയാളുടെ വായിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നുണ്ട്. ഹാൻ ഫാനിങ് എന്ന് വിളിക്കപ്പെട്ട ആൾ ആ ആൾക്കൂട്ടത്തിനെ ഒന്ന് നോക്കിയിട്ട് അവരോട് ചോദിച്ചു, ആരാ എന്റെ സിസ്റ്ററെ കൊന്നത്? ഹാൻ ഫാനിങ്ങിന്റെ ചോദ്യം കേട്ടതും ഇസബല ഉറക്കെ പറഞ്ഞു, ദാ ഇവനാണ് കൊന്നത്. ശബ്ദം കേട്ട ഭാഗത്തേക്ക് ഹാൻ ഫാനിങ് നോക്കുമ്പോൾ ഒരു സുന്ദരി ഒരു ചെറുപ്പക്കാരൻ നേരെ വിരൽ ചൂണ്ടുന്നതാണ് അയാൾ കാണുന്നത്. ആ സുന്ദരി വിരൽ ചൂണ്ടിയ ഭാഗത്തേക്ക് ഹാൻ ഫാനിങ് നോക്കുമ്പോൾ അവിടെ ഡെസൺ റൈസ് നിൽക്കുകയാണ്. ഡെസൺ റൈസിനെ നോക്കിയ അയാൾ ഡെസ്റ്റിനോട് ചോദിച്ചു, ഏയ് നീയാണോ എന്റെ സിസ്റ്ററെ കൊന്നത്? മിസ്റ്റർ ഹാൻ, ഞാൻ നിങ്ങളുടെ സിസ്റ്ററെ കൊന്നിട്ടില്ല. ഡെസൺ റൈസ് അത് പറഞ്ഞതും ഇസബല്ലയും വിക്ടോറിയയും ആ ഹാളിനകത്തുണ്ടായിരുന്ന അനവധി സ്ത്രീകളും ഉറക്കെ ഹാൻ ഫാനിങ്ങിനോട് പറഞ്ഞു, ഏയ് അങ്ങനെ അല്ല, ഈ മനുഷ്യനാണ് കൊന്നത്, ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. സകല ആളുകളും ആ ശൈലിയിൽ സംസാരിച്ചു തുടങ്ങിയതും ഡെസൺ റൈസിന് ഡിഫെൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമായി. ഡെസിനെ ആ മുറി വെച്ച് കണ്ട സ്ത്രീകളും
ഡസൻ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഓടുമ്പോൾ ആ മുറിയിലേക്ക് വന്നു ചേർന്ന ആളുകളും എല്ലാം ഒരുമിച്ച് ഡസന് എതിരെ സാക്ഷി പറഞ്ഞു തുടങ്ങിയാണ്. അത് കേട്ടതും ഹാൻ ഫാനിങ് അയാളുടെ വലത് കൈ ഒന്ന് ഉയർത്തിയിട്ട് അയാൾ ഒന്ന് കൂളായിട്ട് ഡസന് നേരെ കൈ ഒന്ന് വീശുകയാണ്. ശരിക്കും അലസമായിട്ടാണ് അയാൾ കൈ വീശിയത്. ആ കൈ അയാൾ വീശിയതും ഒരു കാറ്റ് പെട്ടെന്ന് ആ കൈ നിന്നുണ്ടായി. ഒരു കൊടുങ്കാറ്റ് അതിവേഗതയിൽ ഡസൻ റൈസ് നേരെ വന്നു എന്ന് പറയാം. ആ കാറ്റ് ഡസൻ നേരെ അതിവേഗം വന്നതും ആ കാറ്റിന്റെ വഴിയിലുണ്ടായിരുന്ന ആളുകളൊക്കെ രണ്ട് ഭാഗത്തേക്കായി ചിതറി ഓടി. ശരിക്കും ഒരു ഫോഴ്സ് ആ കാറ്റുണ്ടാക്കി. പക്ഷെ ഡസനടുത്തേക്ക് ആ കാറ്റ് വന്നതും ഡസൻ ഇടത് കൈകൊണ്ട് ആ കാറ്റിനെ തിരിച്ചടിക്കുകയാണ്. ഡസൻ ഇടത് കൈകൊണ്ടൊന്ന് വീശിയതും അവിടെയും ഒരു കാറ്റുണ്ടായി. ആ കാറ്റ് അവിടേക്ക് വന്ന കാറ്റിനെ പതുക്കെ ന്യൂട്രലൈസ് ചെയ്യും. അത് കണ്ടതും ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിഞ്ഞു. ഹേയ് യങ്മാൻ, നീ ഒരു മാർഷൽ ആർട്ടിസ്റ്റ് ആണല്ലോ, കൊള്ളാം, എനിക്കിഷ്ടമായി. ഹാൻ ഫാനിങ്, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങളുടെ സഹോദരിയെ ഞാൻ കൊന്നിട്ടില്ല. നിങ്ങളുടെ സഹോദരിയെ കൊല്ലേണ്ട ഒരു കാര്യവും എനിക്കില്ല. ഞങ്ങൾ തമ്മിൽ അതിനുവേണ്ടിയുള്ള ബന്ധവുമില്ല. ഡസൻ പറയുന്നത് ശരിയാണെന്ന് അത് കേൾക്കുന്ന ഹാൻ ഫാനിങ്ങിന് തോന്നുന്നുണ്ട്. ഹാൻ ഫാനിങ്ങിന്റെ മുഖത്ത് അങ്ങനെ ഒരു തോന്നലുണ്ടെന്ന് തോന്നിയതും ഇസബെല്ല ഉറക്കെ ഹാനിനോട് പറഞ്ഞു, മിസ്റ്റർ ഹാൻ, അയാൾ പറയുന്നത് ശ്രദ്ധിക്കരുത്, അയാൾ കൊലയാളിയാണ്. അതെ മിസ്റ്റർ ഹാൻ, അയാൾ കൊലയാളിയാണ്, അയാളാണ് നിങ്ങളുടെ സഹോദരിയെ കൊന്നത്. ഇസബെല്ല അങ്ങനെ പറഞ്ഞതും വിക്ടോറിയ ആ വാക്യം ആവർത്തിക്കുകയായിരുന്നു. ഇസബെല്ലയും വിക്ടോറിയയും ഡസൻ റൈസിനെ കൊലയാളിയായി ചിത്രീകരിച്ച് സംസാരിച്ചു തുടങ്ങിയപ്പോൾ റെസ്റ്റോറന്റിൽ മുകളിൽ നിന്ന് താഴെ എത്തിയ ആളുകൾ ഇസബെല്ലയ്ക്കും വിക്ടോറിയയ്ക്കും ഒപ്പം ചേർന്ന് ഹാനിനോട് വീണ്ടും അക്കാര്യം തന്നെ പറഞ്ഞു. ഒരുപാട് ആളുകൾ ഒരേ കാര്യം പറയുന്നത് കേട്ടതും ഹാൻ ഫാനിങ് ഡസനോട് പറഞ്ഞു, യങ്മാൻ, ഇവർക്ക് നിങ്ങളോട് എന്താണ് വിരോധമെന്ന് എനിക്കറിയില്ല. പക്ഷെ മുഴുവൻ ആളുകളും നിങ്ങളാണ് എൻ്റെ സിസ്റ്റർ കൊന്നെന്ന് പറയുമ്പോൾ നിങ്ങളെ ശിക്ഷിക്കാതെ വിടാൻ എനിക്ക് പറ്റത്തുമില്ല. പക്ഷെ നിങ്ങളുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഞാൻ നിങ്ങൾക്ക് നൽകാം. ഞാൻ 3 പഞ്ച് നിങ്ങൾക്ക് നേരെ കൊടുക്കും. ആ 3 പഞ്ചും നിങ്ങൾ തടുക്കുകയാണെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് ഇവിടെ വിട്ടുപോകാം. അങ്ങനെ അയാൾ പറഞ്ഞിട്ട് അടുത്ത നിമിഷം അയാളുടെ കൈ ഒന്ന് ഉയർത്തിയതും ശരിക്കും അമ്പരപ്പിക്കുന്ന ഒരു സംഭവം അവിടെ ഉണ്ടാകുകയാണ്. അയാളുടെ കൈ ഇങ്ങനെ ആകാശത്തേക്ക് ഉയർന്നതും ആ കൈ ഉയർത്തി നിൽക്കുന്ന ഹാൻ ഫാൻ ഇങ്ങനെ അനുസ്മരിപ്പിക്കുന്ന ശൈലിയിൽ ഒരു കൂറ്റൻ രൂപം ഹാനിന്റെ തൊട്ടുപുറകിൽ അങ്ങ് ഉണ്ടായി വരികയാണ്. ശരിക്കും അയാൾ ഒരു മജിഷ്യന്റെ രൂപഭാവത്തിലേക്ക് കടക്കുകയാണ്. ഹാൻ ഫാനിങ് സ്റ്റോണിയിലെ ഏറ്റവും ശക്തനായ പോരാളികളിൽ ഒരാളാണ്. ഹാൻസ് ഫാനിങ് ആണോ മാർക്ക് മോംഗോമറി ആണോ കൂടുതൽ ശക്തരെന്ന ചോദ്യം ഡിബേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്നാണ്. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കും. ആ ഹാൻ ഫാനിങ് ആണ് ഇത് ഡസൻ റൈസിനെ നേരിടുന്നത്. അയാളെക്കാൾ 7 അടി പൊക്കമുള്ള ഒരു പ്രതിരൂപമാണ് അയാളുടെ തൊട്ടുപുറകിൽ പെട്ടെന്ന് സൃഷ്ടിച്ചത്. സകല ആളുകളുടെ ശ്രദ്ധ ആ രൂപത്തിലേക്ക് വരുമ്പോൾ അയാൾ ശ്വാസമൊന്ന് ഉള്ളിലേക്ക് വലിച്ചു. ആ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ആ ശ്വാസം ഉള്ളിലേക്ക് കയറുന്ന അതേ വേഗതയിൽ അയാളുടെ പുറകിലുള്ള രൂപം അതിശക്തമായി അങ്ങ് വളരുകയാണ്. ഒരു ഇമേജ്, ഒരു നിഴല് പുറകിൽ അങ്ങനെ വലുതായി വരുന്നു. ആ നിഴല് അതിശക്തമായി വളർന്നതും ആ ബാൽക്കണിയിൽ തട്ടത്തക്ക ശൈലിയിൽ ആ നിഴലിന്റെ വലിപ്പം ഉണ്ടായി. ശരിക്കും ഒരു ഇരുട്ട് ആ നിഴൽ രൂപം വന്നതിന്റെ ഭാഗമായി റെസ്റ്റോറന്റിന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുകയാണ്. അമ്പരപ്പോടെ ആളുകൾ ആ രൂപത്തിലേക്ക് നോക്കിയ ആ നിമിഷത്തിൽ ഹാൻ ഫാനിങ് ഡസനോട് പറഞ്ഞു, ഞാൻ ഗോഡ് ഓഫ് റാത്തിന്റെ ആദ്യത്തെ ആക്രമണം നടത്താൻ പോവുകയാണ്. ദൈവത്തിന്റെ കോപം എന്നറിയപ്പെടുന്ന ഒരു ആയുധമാണ് അയാൾ ഉപയോഗിക്കാൻ പോകുന്നത്. ദൈവത്തിന്റെ കോപം എന്നറിയപ്പെടുക കാറ്റും തീയും ഇടിയും കറണ്ടും ഒക്കെയാണ്. അതിൽ ആദ്യത്തത് കാറ്റാണ് അയാൾ ഉപയോഗിക്കാൻ പോകുന്നതാണ് ഹാൻ ഫാനിങ് പറഞ്ഞതിന്റെ അർത്ഥം. ശരിക്കും ഗ്രാൻഡ് മാസ്റ്റർ ലെവൽ മാർഷൽ ആർട്ടിസ്റ്റുകൾ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന അമൂല്യമായ ഒരു ടെക്നിക്കാണ് ഗോഡ് ഓഫ് റാത്ത്. സ്വന്തം ശരീരത്തിലെ ഇന്റേണൽ എനർജി ഉപയോഗിച്ചുകൊണ്ട് എക്സ്റ്റേണൽ എനർജിയെ കൂട്ടുപിടിച്ച് കാറ്റുണ്ടാക്കാനുള്ള ഒരു അസാമാന്യമായ ശേഷി ആ ചെറുപ്പക്കാരൻ നേടിയിട്ടുണ്ടാകും. അതുകൊണ്ടാവാം ആ ചെറുപ്പക്കാരൻ അങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരു തോന്നൽ അത് കേൾക്കുന്ന ആളുകൾക്കുണ്ട്. ആ തോന്നൽ യാഥാർത്ഥ്യമാണോ അല്ലയോ എന്ന് അവർക്കാർക്കും അറിയത്തില്ല. കാരണം അവരാരും തന്നെ ഗോഡ് ഓഫ് റാത്ത് ഇതുവരെ കണ്ടിട്ടില്ല. ആളുകൾ അമ്പരപ്പോടെ എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയാനായി ആ രംഗത്തിലേക്ക് നോക്കുമ്പോൾ അയാളുടെ കൈ മുകളിൽ നിന്ന് താഴേക്കൊന്ന് ചലിച്ചു തുടങ്ങി. ആ കൈയുടെ ചലനം മുകളിൽ നിന്ന് താഴേക്ക് വരുന്ന ആ നിമിഷത്തിൽ ശരിക്കും ഒരു കൊടുങ്കാറ്റ് തന്നെ അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്. ആ കൊടുങ്കാറ്റ് മുകളിൽ താഴേക്ക് അതിശക്തമായി വരുമ്പോൾ
ആ ഭാഗത്തുണ്ടായിരുന്ന മേശകളും അതുപോലെ അനുബന്ധ സംവിധാനങ്ങളൊക്കെ പൊട്ടിച്ചിതറി തുടങ്ങി. ശരിക്കും അതിശക്തമായ ഒരു കൊടുങ്കാറ്റ് തനിക്ക് നേരെ പാഞ്ഞു വരുന്നത് ഡസൻ റൈസിന് ആ നിമിഷം മനസ്സിലായി. ഹാൻ ഫാനിങ്ങിന്റെ ആ മാജിക് കൈ ഉയർത്തിയ ആ കൊടുങ്കാറ്റ് ഡസൻ റൈസിന്റെ ബോഡിക്ക് നേരെ പാഞ്ഞു വരുമ്പോൾ ഡസൻ റൈസ് തനിക്ക് ചുറ്റുമായി ഒരു ഡിഫൻസ് കവചം ഉയർത്തി. ആമയുടെ തോടുപോലെ തോന്നുന്ന ഒരു കവചമാണ് ഡസിന് ചുറ്റും ഉണ്ടായിരിക്കുന്നത്. ശരിക്കും അങ്ങനെ ഒരു കവചം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു കവചമില്ല. പക്ഷേ ഒരു എനർജി ബാരിയർ ആ ശൈലിയിൽ രൂപം കൊണ്ടിരിക്കുകയാണ്. ഡസിന് പുറത്തേക്ക് കൊടുങ്കാറ്റായി ഹാൻ ഫാനിങ് ഉണ്ടാക്കിയെടുത്ത ആ ഊർജം ആഞ്ഞിടിക്കുമ്പോൾ ഡസിന്റെ ആ ഡിഫൻസിൽ ആ ഊർജം ഒന്ന് തട്ടുകയാണ്. ആ കൊടുങ്കാറ്റും ഡസിന്റെ ആ ആമത്തോട് തമ്മിൽ ഒന്ന് കൂട്ടുമുട്ടി എന്ന് പറയാം. അതിഭീകരമായ ഒരു ശബ്ദമാണ് അതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത്. ശബ്ദം മാത്രമല്ല, അവിടെ ഒരു പൊടിപടലങ്ങളുടേതായ ബഹളവും ഉണ്ടായി. ശരിക്കും ആ കൊടുങ്കാറ്റ് മുന്നോട്ട് പാഞ്ഞപ്പോൾ ഉണ്ടായ ആ പൊടിപടലത്തോടൊപ്പം വന്ന് ഡസിനെ പുറത്ത് ഇടിക്കുകയായിരുന്നു. ആ ഇടിയുടെ ഫലമായിട്ട് ശരിക്കും അവിടെ മുഴുവൻ ആ പൊടിപടലം അങ്ങ് പടർന്നപ്പോൾ ഇസബെല്ലയുടെയും അതുപോലെ വിക്ടോറിയയുടെയും മുഖത്ത് വല്ലാത്തൊരു ആഹ്ലാദം ഉണ്ടായി വരികയാണ്. ഒറ്റ ഇടിക്ക് ഡസൻ റൈസിനെ ഹാൻ ഫാനിങ് കൊന്നിരിക്കുകയാണ്. അങ്ങനെ ഒരു തോന്നൽ അവർക്കുണ്ട്. പക്ഷേ ആ തോന്നൽ അവർക്കുണ്ടെങ്കിലും ഒരു സംശയവും അവിടെ കടലുണ്ട്. ഡസിനെ അങ്ങനെ എളുപ്പം തോൽപ്പിക്കാൻ കഴിയില്ല എന്നൊരു തോന്നൽ അവരുടെ ഉള്ളിലുണ്ട്. അവരുടെ ആ ഉള്ളിലെ തോന്നൽ ശരിയാണെന്ന് തോന്നിപ്പിക്കുന്ന ശൈലിയിൽ പെട്ടെന്ന് ഡസിന് മുന്നിലുള്ള ആ പൊടിപടലങ്ങൾ ഒന്ന് അടങ്ങി. അവിടെ ഡസൻ കൂളായിട്ട് നിൽക്കുകയാണ്. ഡസൻ കൂളായി നിൽക്കുന്ന കണ്ടപ്പോൾ ഹാൻ ഫാനിങ് വല്ലാത്തൊരു അമ്പരപ്പോടുകൂടി ഡസിനെ ഒന്ന് സൂക്ഷിച്ചു നോക്കി. ഹേയ് യങ്മാൻ, നിങ്ങൾ ഞാൻ വിചാരിച്ചതിനേക്കാൾ ശക്തനാണല്ലോ. എന്തായാലും എനിക്ക് ഇഷ്ടമായി. ഹാൻ ഫാനിങ് ഡ്രാഗൺ മാർഷ് മുഴുവൻ ഓടി നടന്ന് ആളുകളുമായി ഫൈറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. നഗരങ്ങളിൽ നിന്ന് നഗരങ്ങളിലേക്ക്, ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് എന്ന ശൈലിയിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണ് ഈ ഹാൻ. എവിടെ ഫൈറ്റ് ഉണ്ടോ അവിടെ താനുണ്ട് എന്നതാണ് ഹാനിന്റെ ലൈൻ. ആ ഹാൻ തനിക്ക് പറ്റിയ ഒരു എതിരാളിയെ കിട്ടാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് ഇതാ ഡസൻ റൈസ് അയാളുടെ മുന്നിൽ അവതരിച്ചിരിക്കുന്നത്. ഗോഡ് ഓഫ് റാത്ത് അഥവാ ദൈവത്തിന്റെ കോപം കൊടുങ്കാറ്റ് രൂപത്തിൽ ആഞ്ഞടിച്ചിട്ടും ഡസൻ റൈസിന് ഒന്നും പറ്റിയിട്ടില്ല. അത് കണ്ടതും ഹാൻ ചിരിച്ചുകൊണ്ട് ഡസനോട് പറഞ്ഞു, ഐ എം ഇംപ്രസ്ഡ്. ശരി, ഗോഡ് ഓഫ് റാത്തിന്റെ രണ്ടാം സ്റ്റേജ്, ദൈവത്തിന്റെ കോപം എന്നറിയപ്പെടുന്ന ആ ടെക്നിക്കിലെ രണ്ടാം ഭാഗം തീയാണ് ഇനി സൃഷ്ടിക്കാൻ പോകുന്നതെന്ന് മനസ്സിലാക്കി ആളുകൾ അമ്പരപ്പോടെ ഹാൻ ഫാനിങ്ങിനെ നോക്കിയതും ഹാൻ അവിടെ കൂടി നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, നോക്ക്, അപകടം നിങ്ങൾക്ക് പറ്റണ്ടെങ്കിൽ മാറിക്കൂ. കേൾക്കേണ്ട താമസം ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന മുഴുവൻ ആളുകളും റെസ്റ്റോറൻറ്റിൽ നിന്ന് പുറത്തേക്ക് ഓടി. ഹാൻ ഫാനിങ്ങിന്റെ ആദ്യത്തെ ആ കൊടുങ്കാറ്റ് സൃഷ്ടി കൊണ്ട് തന്നെ ആ റെസ്റ്റോറന്റ് ഒന്ന് കുലുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഇത് അയാൾ തീ സൃഷ്ടിക്കാൻ പോവുകയാണ്. ഭയന്നുപോയ ആൾക്കൂട്ടം ആ റെസ്റ്റോറന്റ് പുറത്തേക്ക് ഓടി ജനാലയിലൂടെയും തുറന്നു കിടക്കുന്ന വാതിലിലൂടെയും അകത്തേക്ക് അങ്ങനെ നോക്കി നിൽക്കുമ്പോൾ ഹാൻ ഫാനിങ് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുകയാണ്. അയാൾ ശ്വാസം ഉള്ളിലേക്ക് വലിക്കുമ്പോൾ ചുറ്റുമുള്ള എയർ അയാളുടെ വായ്ക്കകത്തേക്ക് അങ്ങനെ കയറിപ്പോകുന്ന കാഴ്ച ഒരു വല്ലാത്ത അമ്പരപ്പുണ്ടാക്കുന്ന കാഴ്ചയാണ്. അയാൾ വായു മൂക്കിലേക്ക് മാത്രമല്ല വായ്ക്കകത്തേക്കും വലിച്ചെടുക്കുകയാണ്. അയാൾ വായു ഇങ്ങനെ വലിച്ചെടുക്കുന്ന ആ കാഴ്ച ആളുകൾ കണ്ട അതേ നിമിഷത്തിൽ അയാളുടെ ചുറ്റുമായി ഒരു ആചാര ബാഹുവിന്റെ ശൈലിയിൽ ഒരു രൂപം ഉണ്ടായി വന്നു. ആ രൂപത്തെ നമുക്ക് ഒരു ഫാൻറ്റം എന്ന് വേണമെങ്കിൽ വിളിക്കാം. ആ ഫാൻറ്റം ശക്തമായി ഇങ്ങനെ വളർന്നു വരികയാണ്. ഹാൻ ഫാനിങ് ആ വായു വലിച്ചെടുക്കുന്ന അനുസരിച്ച് ഒരു ബലൂണിനകത്തേക്ക് നമ്മൾ വായു പമ്പ് ചെയ്യുമ്പോൾ ആ ബലൂൺ വലുതായി വരുന്നത് പോലെ ഹാൻ ഫാനിങ്ങിന്റെ പുറകിലുള്ള രൂപം അങ്ങനെ വലുതായി വരികയാണ്. ശരിക്കും ആചാരബാഹുവായ ഒരു കൂറ്റൻ ഫാൻറ്റമായി ആ രൂപം അങ്ങനെ മാറുമ്പോൾ ഹാൻ ഫാനിങ് ഡസ്റ്റിനെ നോക്കി ഒന്ന് വാ തുറന്നു. ആ വാ തുറക്കുമ്പോൾ അയാളുടെ വായ്ക്കകത്ത് നിന്ന് ശരിക്കും തീ പുറത്തേക്ക് ചാടുകയാണ്. അകത്തേക്ക് വായുവിനെ വലിച്ചെടുത്ത അയാൾ ആ വായുവിനെ തീയായി കൺവെർട്ട് ചെയ്ത് പുറത്തേക്ക് ഇതാ തുപ്പുന്നത് പോലെ കഥകളിൽ കേട്ടുമാത്രം പരിചയമുള്ള ഒരു ഡ്രാഗന്റെ ശൈലിയിൽ ഇതാ അയാൾ തീ തുപ്പുകയാണ്. ശരിക്കും ആ കാഴ്ച ആളുകളിൽ ഒരു ഞെട്ടലും അമ്പരപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ദൈവത്തിന്റെ കോപം എന്നറിയപ്പെടുന്ന റാത്ത് ഓഫ് ഫയർ ആണ് അയാൾ ഇതാ സൃഷ്ടിക്കുന്നത്. അയാളുടെ വായിന്ന് ആ തീ ഇങ്ങനെ പുറത്തേക്ക് വരുമ്പോൾ നമ്മൾ ഞെട്ടുന്നത് മറ്റൊരു കാഴ്ചയിലാണ്. അയാളുടെ പുറകെ നിൽക്കുന്ന ആ രൂപവും ശരിക്കും ഒരു മനുഷ്യന്റെ ശൈലിയിൽ വായിൽ നിന്ന് പുറത്തേക്ക് തീ വമ്പിച്ചു തുടങ്ങി. ശരിക്കും ഒരു തീഗോളം പെട്ടെന്ന് ആ ഹാൻ ഫാനിങ്ങിന് ചുറ്റുമായി ഉണ്ടാവുകയാണ്. ഫയർ ഓഫ് റാത്ത്
വെറും ഒരു സങ്കല്പ സൃഷ്ടിയല്ല എന്ന് ആളുകൾക്ക് തോന്നിയ ആ നിമിഷത്തിൽ ആ തീഗോളം അതിശക്തമായി വൻ വേഗതയിൽ മുന്നോട്ട് കുതിച്ചു തുടങ്ങി. ശരിക്കും ഒരു വൻ തീക്കുണ്ടം ഡസൻ റൈസ് നേരെ ഇങ്ങനെ പാഞ്ഞു വരികയാണ്. ഡസന് നേരെ പാഞ്ഞു വന്ന തീക്കുണ്ടത്തിനകത്തേക്ക് ഡസൻ അങ്ങ് പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ശരിക്കും തീയിൽ ഡസൻ റൈസ് അങ്ങ് പെടുകയായിരുന്നു. ആ തീക്കുണ്ടം ഡസൻ റൈസിന്റെ അടുത്തെത്തുന്നതിനിടയിൽ ആ റെസ്റ്റോറൻറ്റിൽ ഉണ്ടായിരുന്ന ടേബിളുകളും കസേരകളും എന്ന് വേണ്ട തീ പിടിക്കാൻ സാധ്യതയുള്ള സകലതും തീ പിടിച്ചു കഴിഞ്ഞു. തീയും പുകയും അല്ലാതെ അവിടെ വേറൊന്നുമില്ല. ശരിക്കും ആളിപ്പടരുന്ന ആ തീക്കുള്ളിൽ തീ ഗോളത്തിനകത്താണ് ഡസൻ റൈസ്. ഡസൻ ആ തീയിൽ പൂർണ്ണമായും വെന്തെരിയുമെന്ന് 100% ഉറപ്പാണ്. ആ കാഴ്ചയിലേക്ക് കണ്ണുവെക്കാതെ നോക്കി നിൽക്കുന്ന ഇസബലയ്ക്കും വിക്ടോറിയയ്ക്കും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ട്. മാച്ച് മേക്കറിന്റെ കൊലപാതകത്തിലൂടെ മാർക്ക് മോൺഗോമറി അവരെ ചതിക്കുകയായിരുന്നു എന്ന് അവർക്കറിയാം. പക്ഷേ ഡസൻ റൈസ് കൊല്ലപ്പെട്ടാൽ മാർക്ക് മോൺഗോമറി അവർക്കൊപ്പം നിൽക്കുമെന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെ ഡസന്റെ മരണം അവരുടെ ഒരു ആവശ്യമാണ്. ഡസൻ റൈസ് കൊല്ലപ്പെട്ടു എന്ന് ആ സ്ത്രീകൾക്ക് പൂർണ്ണ ഉറപ്പായ നിമിഷത്തിൽ ആ റെസ്റ്റോറൻറ്റിലെ പല ഭാഗവും വെന്ത് താഴേക്ക് വീണു തുടങ്ങി. ശരിക്കും ആ മേൽക്കൂരയും സീലിംഗും ഒക്കെ കത്തി അടർന്ന് താഴേക്ക് വീഴുകയാണ്. കത്തുന്ന സീലിംഗും ടേബിളും ഫർണിച്ചറും ഒക്കെ അവിടെ ശരിക്കും വല്ലാത്തൊരു പുകയുണ്ടാക്കിയിട്ടുണ്ട്. ആ പുക ഒന്ന് മാറിയപ്പോൾ ഹാൻഡ് ഫാനിങ് ശരിക്കും അമ്പരപ്പോടുകൂടി ആ കാഴ്ച കണ്ടു. ഡസൻ റൈസ് അയാളുടെ പുറത്ത് പൊടി തട്ടുകയാണ്. പൊടി തട്ടിക്കൊണ്ട് ഡസൻ ഹാൻഡ് ഫാനിങ്ങിനോട് പറഞ്ഞു, ഏയ് ഹാൻ, നിങ്ങളുടെ ഈ റാത്ത് ഓഫ് ഫയർ കൊള്ളാമല്ലോ, എൻ്റെ തുണിയൊക്കെ കരിച്ചു. ഡസൻ റൈസിന്റെ ആ ഷർട്ടും കോട്ടും ഒക്കെ അവിടെ ഇവിടെ കരിഞ്ഞിട്ടുണ്ട്. ഡസൻ അതൊക്കെ തട്ടിക്കളയുകയാണ്. കൂളായിട്ട് ഡസൻ റൈസ് അങ്ങനെ തട്ടിക്കളയുമ്പോൾ ശരിക്കും ഹാൻഡ് ഫാനിങ്ങിന്റെ മുഖത്ത് നന്നായി വിയർപ്പ് വരുന്നുണ്ട്. അയാളുടെ ഇന്റേണൽ എനർജിയുടെ ഒരു നല്ല ഭാഗമാണ് അയാൾ ഇവിടെ ആ 2 റാത്ത് ഓഫ് ഗോഡുകൾ സൃഷ്ടിക്കാനായി ഉപയോഗിച്ചത്. ആദ്യത്തെ കൊടുങ്കാറ്റ് സൃഷ്ടിക്കാനും രണ്ടാമത്തെ തീ ഉണ്ടാക്കാനുമായി അയാളുടെ ശരീരത്തിന്റെ നല്ലൊരു ഊർജ്ജം അയാൾ ഉപയോഗിച്ചു കഴിഞ്ഞു. അതിൻ്റെതായ ഒരു ക്ഷീണവും വിയർപ്പും അയാളുടെ മുഖത്തുണ്ട്. പക്ഷെ ഡസ്റ്റിന്റെ മുഖത്ത് ഒരു ഭാവമാറ്റവുമില്ല. അയാൾ വളരെ കൂളാണ്. ഒരു തുള്ളി വിയർപ്പ് പോലും പൊടിഞ്ഞിട്ടില്ല. അത് കണ്ടതും ഹാൻഡ് ഫാനിങ് ഡസ്റ്റിനോട് പറഞ്ഞു, ഹേ യങ്മാൻ, ശരിക്കും നിങ്ങൾ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഓക്കെ, നമുക്ക് മൂന്നാമത്തേലേക്ക് കിടക്കാം. ഇത് ലേശം കുഴപ്പം പിടിച്ചതാണ്. ഇതിനു മുമ്പ് എനിക്ക് ഒരിക്കൽ പോലും ഇത് ആരുടെ നേരെയും ഉപയോഗിക്കേണ്ടി വന്നിട്ടില്ല. ഇത് റാത്ത് ഓഫ് തണ്ടറാണ്. ദൈവത്തിന്റെ കോപത്തിൽ അടുത്ത പ്രധാനപ്പെട്ട സംഭവം ഇടിയാണ്. ശബ്ദം കൊണ്ടുള്ള ഒരു ടെക്നിക്കാണ്. ആകാശത്ത് ഇടിവെട്ടുമ്പോൾ ആ ഇടിവെട്ടുന്നത് നമ്മുടെ തൊട്ടടുത്താണെങ്കിൽ നമ്മുടെ ചെവി അടച്ചു പോകുമല്ലോ. ആ ശൈലിയിൽ ശബ്ദം സൃഷ്ടിച്ച് ആളുകളെ നിശ്ചലരാക്കുന്ന ഒരു ടെക്നിക്ക്, അതാണ് റാത്ത് ഓഫ് തണ്ടർ എന്നറിയപ്പെടുന്നത്. അതാണ് അയാൾ ഉപയോഗിക്കാൻ പോകുന്നത്. റാത്ത് ഓഫ് തണ്ടർ ഉപയോഗിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ ഹാൻഡ് ഫാനിങ് ബിൽഡിങ്ങിന് പുറത്തു നിൽക്കുന്ന ആളുകളോടായി പറഞ്ഞു, റാത്ത് ഓഫ് തണ്ടറാണ് ഞാൻ സൃഷ്ടിക്കാൻ പോകുന്നത്. എനിക്ക് ആ സമയത്ത് നിങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പറ്റില്ല. അതിൻ്റെ അർത്ഥം ആ ബിൽഡിങ്ങിന് പുറത്തു നിൽക്കുന്ന ആളുകൾക്ക് മനസ്സിലായി. പെട്ടെന്നാണ് ആൾക്കൂട്ടം ആ ബിൽഡിങ്ങിൽ നിന്ന് കോമ്പൗണ്ടിന് പുറത്തേക്ക് ഓടിയത്. ഇപ്പോൾ ആൾക്കൂട്ടം മതിലിന് പുറത്താണ്. ഗേറ്റിന് പുറത്തും മതിലിന് പുറത്തും മതിലിന്റെ മുകളിലും ഒക്കെ ആയിട്ട് ആളുകൾ ഇങ്ങനെ തമ്പടിച്ചു. അകത്ത് ജീവിതത്തിൽ ഒരിക്കൽ മാത്രം കാണാൻ കഴിയുന്ന ഒരു കാഴ്ച അവർ കാണുകയാണ്. അതിശക്തരായ 2 യോദ്ധാക്കൾ തമ്മിലുള്ള യുദ്ധം, സ്വപ്നങ്ങളിൽ മാത്രം കാണാൻ കഴിയുന്ന ആ യുദ്ധം ഇതാ അവരുടെ കൺമുമ്പിൽ നടക്കുകയാണ്. അമാനുഷികമായ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ആ യുദ്ധം കാണാതെ പോയാൽ അത് നഷ്ടമാണെന്ന് അവർക്കറിയാം. അവരെങ്ങനെ അമ്പരപ്പോടെ അകത്തേക്ക് നോക്കുമ്പോൾ ഡസൻ റൈസിനോടായി ഹാൻഡ് ഫാനിങ് പറഞ്ഞു, സുഹൃത്തെ, ഞാൻ റാത്ത് ഓഫ് തണ്ടർ തുടങ്ങാൻ പോവുകയാണ്. ഭയമില്ലല്ലോ? ഇല്ല, നിങ്ങൾ ചെയ്യൂ, ഞാൻ നോക്കട്ടെ. അങ്ങനെ ഡസൻ റൈസ് പറഞ്ഞതും ഹാൻഡ് ഫാനിങ് പഴയതുപോലെ ഒന്ന് ശ്വാസം വലിച്ചു തുടങ്ങുകയാണ്. ശരിക്കും അയാൾ ശ്വാസം വലിക്കുന്നതിൽ ഒരു വ്യത്യാസമുണ്ടെന്ന് ഡസൻ റൈസിന് തോന്നിയ ആ നിമിഷത്തിൽ ഡസൻ ഒന്ന് ഞെട്ടി. ഡസന്റെ ചെവി അടച്ചു പോകുന്ന ഒരു ശബ്ദം അപ്രതീക്ഷിതമായി ഡസന്റെ ചെവിക്കടുകിലേക്ക് വന്നു. ആ ശബ്ദം തന്റെ അടുക്കിലേക്ക് വരികയാണെന്ന് തോന്നിയ നിമിഷത്തിൽ ഡസൻ പെട്ടെന്ന് അയാളുടെ ഡിഫൻസീവ് മെക്കാനിസം ആക്ടിവേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. ഡസൻ പക്ഷേ അല്പം താമസിച്ചു പോയെന്ന് ഡസന് തോന്നുമ്പോഴേക്കും ഒരു വൻ സ്ഫോടനം അവിടെ നടന്നു കഴിഞ്ഞു. ശരിക്കും ചെവിട് പൊട്ടിപ്പോകുന്ന ഒരു ശബ്ദം ഡസന് ചെവിക്ക് തൊട്ടടുത്ത് കേട്ടു. ആ ശബ്ദം
ഡസൻ റൈസിന് മാത്രമേ കേൾക്കാൻ പറ്റൂ. അത്ര ശ്രദ്ധാപൂർവം സൃഷ്ടിക്കപ്പെട്ട ആ ശബ്ദ തരംഗം ഡസന് ചുറ്റും ഒരു തരംഗം തന്നെ സൃഷ്ടിക്കുകയാണ്. ആ ശബ്ദ തരംഗത്തിന്റെ ആഫ്റ്റർ ഇഫക്ട്സ് പെട്ടെന്നാണ് ഡസന് ചുറ്റും അനുഭവപ്പെട്ടു തുടങ്ങിയത്. ഡസന് ചുറ്റുമുള്ള സകലതും ആ ശബ്ദ തരംഗത്തിൽ തകർന്ന് തരിപ്പണമായി. ആ ശബ്ദ തരംഗം ഡസന് ചുറ്റും അങ്ങനെ പടർന്നു പിടിച്ചതും നമുക്ക് ആ കാഴ്ച കാണാൻ പറ്റുന്നുണ്ട്. ആ ശബ്ദ തരംഗം ചുവരുകളിൽ ചെന്ന് ഇടിച്ചപ്പോൾ ചുവരുകൾ ഇടിഞ്ഞ് താഴേക്ക് വീണു. ചുവരുകൾ താഴേക്ക് വീഴുന്ന അതേ നിമിഷത്തിൽ മേൽക്കൂരകളൊക്കെ താഴേക്ക് വീഴുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് മതിലിന് പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരു പിടിയുമില്ല. അവർ അമ്പരപ്പോടെ നോക്കുമ്പോൾ ആ കൂറ്റൻ 3 നില ബിൽഡിംഗ് തകർന്ന് താഴെ വീണ് കഴിഞ്ഞു. ഇപ്പോ അവിടെ ഒരു കൂമ്പാരം മാത്രമാണുള്ളത്. കല്ലുകളുടെയും മണ്ണിന്റെയും തടിയുടെയും ഒക്കെ കൂമ്പാരം. ഇതിനിടയിൽ നിന്ന് തീയും പുകയൊക്കെ ഉണ്ടാകുന്നുണ്ട്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്ന് ഒരു കുഞ്ഞിനും മനസ്സിലായിട്ടില്ല. ഹാൻഡ് ഫാനിങ് നേരത്തെ 2 തവണ റാത്ത് ഓഫ് വിൻഡും റാത്ത് ഓഫ് ഫയർ സൃഷ്ടിച്ചപ്പോൾ ആ കാഴ്ച വിസിബിൾ ആയിരുന്നു. ഇവിടെ പക്ഷേ അവർക്ക് വിസിബിലിറ്റി ഉണ്ടായത് ആ ബിൽഡിംഗ് പൊളിഞ്ഞു വീഴുന്നതാണ്. മറ്റൊന്നും വിസിബിൾ ആയിരുന്നില്ല. എന്താണ് സംഭവിച്ചെന്നറിയാതെ ആളുകൾ അമ്പരപ്പോടെ നോക്കുമ്പോൾ പെട്ടെന്ന് ആ പൊളിഞ്ഞു വീണ മൺകൂനയിൽ നിന്ന് ഒരു അനക്കം ഉണ്ടായി. ആ അനക്കം എന്താണെന്നറിയാൻ ആളുകൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ ആകാശത്ത് ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രപ്രകാശത്തിൽ ഒരു രൂപം ആ പൊളിഞ്ഞു വീണ് കിടക്കുന്ന മൺകൂനയ്ക്കിടയിലൂടെ മുകളിലേക്ക് കുതിച്ചു. മുകളിലേക്ക് പൊങ്ങി വന്ന ആ വെളുത്ത വസ്ത്രധാരിയെ അവർക്കൊക്കെ അറിയാം, അത് സാക്ഷാൽ ഹാൻഡ് ഫാനിങ് ആണ്. ഹാൻഡ് ഫാനിങ് ആകാശത്തേക്ക് ഒന്ന് പൊങ്ങി വന്നിട്ട് കൂളായി ആ മൺകൂനയുടെ മുകളിൽ വന്നു നിന്നു. പൊളിഞ്ഞു വീണിരിക്കുന്ന ആ കെട്ടിട അവശിഷ്ടങ്ങൾ മുകളിൽ അയാൾ അങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അതൊരു മെജസ്റ്റിക് കാഴ്ച തന്നെയാണ്. ശരിക്കും അൺബിലീവബിൾ ആയിട്ടുള്ള ഒരു കാഴ്ച. അയാൾ അങ്ങനെ നിൽക്കുമ്പോൾ അയാളുടെ മുഖത്തൂടി വിയർപ്പിങ്ങനെ ഒലിച്ചിറങ്ങുന്നുണ്ട്. ശരിക്കും അയാളുടെ ഊർജ്ജം മുഴുവൻ അടുത്ത് ഉപയോഗിച്ചിരിക്കുന്നുവെന്ന് പകൽ പോലെ വ്യക്തമാണ്. ചന്ദ്രപ്രകാശത്തിൽ ആ വെളുത്ത വസ്ത്രത്തിൽ ഹാൻഡ് ഫാനിങ് ആ മൺകൂനയുടെ മുകളിൽ അങ്ങനെ നിൽക്കുമ്പോൾ വിക്ടോറിയയ്ക്കും ഇസബലയ്ക്കും പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷം ഉണ്ടാവുകയാണ്. അവരുടെ ശത്രു ഡസൻ റൈസ് ഇതാ അവസാനിച്ചിരിക്കുന്നു. അവർ അമ്പരപ്പോടെ ആ മൺകൂനിലേക്ക് അല്പനേരം അങ്ങനെ നോക്കി നിന്നു. എന്തെങ്കിലും അനക്കം അവിടെ ഉണ്ടോ എന്നാണ് അവർ നോക്കിയത്. ഒരു അനക്കവുമില്ല. ഡസൻ തീർന്നു. 100% അവർക്ക് ഉറപ്പായി ഡസൻ ഡയസ് അവസാനിച്ചിരിക്കുന്നു. അവരുടെ ഭയം പൂർണ്ണമായും അവസാനിക്കുകയാണ്. സ്വാഭാവികമായിട്ട് ആ കാര്യം അങ്ങനെ തന്നെ ഹാൻഡ് ഫാനിങ്ങിനും മനസ്സിലായിട്ടുണ്ട്. ഹാൻഡ് ഫാനിങ് ഭയങ്കര സന്തോഷത്തിലാണ്. ഇതുവരെ ഇത്ര ശക്തനായ ഒരു എതിരാളിയെ അയാൾ നേരിട്ടിട്ടേയില്ല. പക്ഷെ ആ എതിരാളി അയാളുടെ റാത്ത് ഓഫ് ഗോഡിലെ റാത്ത് ഓഫ് തണ്ടറിന്റെ മുന്നിൽ തോറ്റുപോയതിൽ അയാൾക്ക് ലേശം വിഷമമുണ്ട്. പക്ഷെ റാത്ത് ഓഫ് തണ്ടർ ഉപയോഗിക്കാൻ അയാൾക്ക് അവസരം കിട്ടിയത് ആ യോദ്ധാവ് വന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഡസനോട് അയാൾക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സ്നേഹമുണ്ട്. ആ തോന്നൽ അയാൾ പങ്കുവെക്കാനായി വാ തുറക്കുമ്പോൾ ആ പൊളിഞ്ഞു വീണ അവശിഷ്ടങ്ങൾക്കിടയിൽ ഒരു അനക്കം ആളുകളുടെ ശ്രദ്ധയപ്പെട്ടു. അവശിഷ്ടങ്ങൾ അനങ്ങുന്നത് കണ്ടതും സ്റ്റെർലിങ്ങും ശരിക്കും ഞെട്ടി. ഇനി ഡസൻ റൈസ് ചത്തില്ലേ? അങ്ങനെ ഒരു ചോദ്യം ഇസബല്ല വിക്ടോറിയോട് ചോദിക്കുമ്പോൾ ആ അവശിഷ്ടങ്ങൾ മുകളിലേക്ക് തെറിക്കുന്നതാണ് അവർ കാണുന്നത്. ആ അവശിഷ്ടങ്ങളുടെ മുകളിൽ നിൽക്കുന്ന ഹാൻഡ് ഫാനിങ്ങിന്റെ തൊട്ട് മുന്നിലായി മറ്റൊരു കൂനയിൽ നിന്ന് ഒരു ആള് മുകളിലേക്ക് ഇങ്ങനെ തെറിച്ചു വന്നു. അതെ, അത് സാക്ഷാൽ ഡസൻ റൈസ് ആണ്. ശരിക്കും ഡസൻ മുകളിലേക്ക് കുതിച്ചു വരുന്ന കാഴ്ച എന്ത് വാക്കുകൊണ്ട് വർണ്ണിക്കണമെന്നറിയാതെ ആ ഗേറ്റിനടുത്തേക്കുന്ന ആളുകൾ അമ്പരപ്പോടെ നോക്കി നിൽക്കുകയാണ്. ഡസൻ റൈസ് മുകളിലേക്ക് കുതിച്ചു വന്ന് ആ അവശിഷ്ടങ്ങളുടെ മുകളിൽ കാല് ഉറപ്പിച്ചു നിൽക്കുമ്പോൾ ഹാൻഡ് ഫാനിങ്ങിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അയാൾ റാത്ത് ഓഫ് ഗോഡിലെ റാത്ത് ഓഫ് വിൻഡും റാത്ത് ഓഫ് ഫയറും റാത്ത് ഓഫ് തണ്ടറും ഇതാ ഡസൻ റൈസ് വിജയകരമായി തരണം ചെയ്തിരിക്കുകയാണ്. ഹാൻഡ് ഫാനിങ് അമ്പരപ്പോടെ ഡസൻ റൈസിനെ നോക്കുമ്പോഴാണ് ഹാൻഡിന്റെ കണ്ണുകൾ ഡസന്റെ ബോഡിയിൽ പതിയുന്നത്. ഡസൻ റൈസിന്റെ ഷർട്ട് പൂർണ്ണമായും കീറി പറഞ്ഞിരിക്കുകയാണ്. ആ കീറി പറഞ്ഞ ഷർട്ടിനകത്തുകൂടി ഇപ്പോ ഹാൻഡ് ഫാനിങ്ങിന് ഒരു കാഴ്ച കാണാം. ഒരു കിരണ്ട രൂപമാണ് ഡസന്റെ ബോഡിയിൽ ടാറ്റു കൊത്തി ശൈലിയിൽ ഹാൻഡ് ഫാനിങ് കണ്ടത്. ഡ്രാഗണും സിംഹവും കാളയും ഒക്കെ കലർന്ന ഒരു സങ്കല്പ സൃഷ്ടിയാണ് ഈ കിരൺ എന്ന് പറയുന്നത്. പുരാണങ്ങളിലെ ഏറ്റവും ശക്തമായ ജീവിയായി അവതരിപ്പിക്കപ്പെടുന്ന കിരണിനെ ടാറ്റു കൊത്തിയ ശൈലിയിൽ ഡസൻ റൈസിന്റെ പുറത്ത് കണ്ടതും ഹാൻഡ് ഫാനിങ് ഒന്ന് ഞെട്ടിയെന്ന് പറയാം. ആ രൂപം അയാൾക്ക് അറിയാം. ആ ടാറ്റു വെസ്റ്റ് ലൂക്കോസിലെ കിരൺ ലോഗൻ റൈസുമായി കണക്റ്റഡ് ആണെന്ന് ഹാൻഡ് ഫാനിങ് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹാൻഡ് ഫാനിങ്
അല്പം കൗതുകത്തോടെയും അതേസമയം അമ്പരപ്പോടെയും ആ രൂപത്തിലേക്ക് നോക്കിയിട്ട് ഡെസ്റ്റിനോട് ചോദിച്ചു, ഏയ് നിങ്ങൾ കിരൺ ലോഗൻ റൈസ് അല്ലേ? ഹാൻ ഫാനിങ്ങിന്റെ പെട്ടെന്നുള്ള ചോദ്യം കേട്ടതും ഡസൻ ശരിക്കൊന്ന് ഞെട്ടി. ഡസൻ റൈസ് സ്റ്റോണിക്കുള്ളിലാണ്. സ്റ്റോണിയിൽ ഡസൻ ലോഗൻ റൈസ് ആണെന്നുള്ള കാര്യം ആരും അറിയാതെ ഇത്രയും ദിവസം ഡസൻ കൊണ്ടുപോയതാണ്. ഇപ്പൊ ഇതാ അനവധി ആളുകൾ കണ്ടുകൊണ്ട് നിൽക്കേ. ആ രാത്രിയിൽ ആ ചന്ദ്രപ്രകാശത്തിൽ ഹാൻ ഫാനിങ് ഡസനോട് ആ നിർണായക ചോദ്യം ചോദിക്കുകയാണ്, താൻ ലോഗൻ റൈസ് അല്ലേ എന്ന്. അത് കേട്ടതും ഡസൻ ഹാൻ ഫാനിങ്ങിനോട് പറഞ്ഞു, ഏയ് നിങ്ങൾ എന്താ ഈ ചോദിക്കുന്നത്? ഈ ടാറ്റു കണ്ടിട്ടാണോ ഈ ചോദ്യം ചോദിക്കുന്നത്? ഞാൻ ഈ ലോഗൻ റൈസിന്റെ വലിയ ഫാനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായി ഞാൻ എൻ്റെ ശരീരത്തിലേക്ക് ആ ടാറ്റു കുത്തിയതാണ്. വളരെ കൂളായിട്ടുള്ള ഒരു മറുപടി ഡസൻ റൈസ് പറഞ്ഞതും ഹാൻ ഫാനിങ് ഡസനോട് പറഞ്ഞു, ഹേയ് ലോഗൻ, കളി എന്നോട് വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി മറച്ചു വെക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. ഹേയ് ഹാൻ, താങ്കൾ എന്താ ഈ പറയുന്നത്? ഞാൻ ഡസൻ റൈസ് ആണ്. എൻ്റെ പേര് ലോഗൻ റൈസ് എന്നല്ല. ലോഗൻ റൈസിനെ പോലെ ഒരാളുമായിട്ട് എന്നെ നിങ്ങൾ എന്തിനാ കമ്പയർ ചെയ്യുന്നത്? ഡസൻ റൈസ് ലോഗൻ റൈസ് അല്ലേ എന്നുള്ള ഹാൻ ഫാനിങ്ങിന്റെ ചോദ്യം കേട്ട് ശരിക്കും സ്തംഭിച്ച് നിൽക്കുകയായിരുന്ന വിക്ടോറിയയും അതുപോലെ ഇസബല്ലയും പെട്ടെന്ന് ഒന്ന് ശ്വാസം എടുക്കുന്നത്. ഡസൻ റൈസ് സാക്ഷാൽ ലോഗൻ റൈസ് ആണെങ്കിൽ അവർ അവസാനിച്ചു. അക്കാര്യത്തിൽ പിന്നെ അവർക്ക് സംശയമൊന്നുമില്ല. കിരൺ ലോഗൻ റൈസിനെ കുറിച്ച് അവർക്കും അറിയാം. കിരൺ ലോഗൻ റൈസിന്റെ അച്ഛൻ സാക്ഷാൽ റൂഫസ് റൈസ് ആണ്, വെസ്റ്റ് ലുക്കോസിയുടെ രാജാവ്. ആ വെസ്റ്റ് ലുക്കോസിയുടെ രാജാവിന്റെ കീഴിൽ 5 ലക്ഷത്തോളം ബ്ലാക്ക് ടൈഗേഴ്സ് എന്ന ആ സേനയുണ്ട്. അവർക്ക് മുന്നിൽ ടോർബിയും സ്റ്റെർലിംഗ് ഒന്നും ഒന്നുമല്ല. അക്കാര്യം ഇസബല്ലയ്ക്കും വിക്ടോറിയയ്ക്കും നന്നായിട്ട് അറിയാം. തങ്ങൾ ഇതുവരെ എതിർത്തുകൊണ്ടിരുന്നത്, തങ്ങൾ കൊല്ലണമെന്ന് ആഗ്രഹിച്ചിരുന്നത് സാക്ഷാൽ ലോഗൻ റൈസിനെ ആണോ എന്ന ചിന്ത അവരുടെ മനസ്സിലേക്ക് വന്നപ്പോഴാണ് ഡസൻ വളരെ വ്യക്തമായി ഹാൻ ഫാനിങ്ങിനോട് ആ കാര്യം സൂചിപ്പിച്ചത്. അയാൾ ഡസൻ റൈസ് മാത്രമാണ്, അയാൾ ലോഗൻ അല്ല. അത് കേട്ടപ്പോൾ ഇസബല്ലയ്ക്കും വിക്ടോറിയയ്ക്കും ശരിക്കും ആശ്വാസം ഉണ്ടായി. അവർ ഉറക്കെ ഹാൻ ഫാനിങ്ങിനോട് പറഞ്ഞു, അതെ, ഇവൻ ഡസൻ റൈസ് ആണ്, ഞങ്ങൾക്ക് അറിയാവുന്ന ആളാണ്. ഡസൻ ഒരിക്കലും ലോഗൻ റൈസ് ആകില്ല. അങ്ങനെ തീർത്ത് ഇസബല്ലയും വിക്ടോറിയയും പറഞ്ഞതും ഹാൻ ഫാനിങ് ആ സ്ത്രീകളെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് ഡസ്റ്റനോട് പറഞ്ഞു, മിസ്റ്റർ ഡസ്റ്റൻ, നിങ്ങൾ റാത്ത് ഓഫ് ഗോഡിലെ 3 റാത്തുകൾ ശരിക്കും വിജയകരമായി തരണം ചെയ്തിരിക്കുകയാണ്. ഇനി 4മത്തത്. ഏയ് ഹാൻ, നിങ്ങളല്ലേ പറഞ്ഞത് നിങ്ങളുടെ 3 പഞ്ചുകൾ ഞാൻ തടുത്താൽ നിങ്ങൾ എന്നെ പോകാൻ അനുവദിക്കാമെന്ന്? ഏയ് ലോഗൻ റൈസ്, നിങ്ങൾ എന്തിനാ ഭയക്കുന്നത്? എനിക്ക് സത്യത്തിൽ നിങ്ങളുമായി ഒന്ന് ഫൈറ്റ് ചെയ്യണമെന്ന് ശരിക്കും ആഗ്രഹമുണ്ടായിരുന്നു. ശരിക്കും 10 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമായി. നിങ്ങളെ പിന്നെ ആരും കേട്ടിട്ടില്ല. സ്റ്റോണിയിൽ നടന്ന ആ കൂട്ടക്കൊലയെക്കുറിച്ചുള്ള വാർത്ത രാജ്യം രഹസ്യമായി സൂക്ഷിക്കുന്ന ഒന്നാണ്. റൈസ് കുടുംബം സ്റ്റോണിയിലെ ഫോർബിഡൻ സിറ്റിക്ക് പുറത്തു വെച്ച് കൂട്ടക്കൊല ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം ഡ്രാഗൺ മാർഷിലെ ആരും അറിയരുതെന്ന് ശരിക്കും ഗവൺമെന്റ് തീരുമാനിച്ച കാര്യമാണ്. അതുകൊണ്ടാണ് സാധാരണ ആളുകൾ ആരും തന്നെ അത്തരം ഒരു കൂട്ടക്കൊലയെക്കുറിച്ച് അറിയാതെ പോയത്. ലോഗൻ റൈസിനെ കുറിച്ച് 10 കൊല്ലങ്ങൾക്ക് മുമ്പ് എല്ലാവരും കേട്ടിരുന്നു. ശരിക്കും 15ാമത്തെ വയസ്സിൽ ഗ്രാൻഡ് മാസ്റ്ററായി മാറിയ ലോഗൻ റൈസ് ഡ്രാഗൺ മാർഷിലെ ഒരു അത്ഭുതമായിരുന്നു. 10-12 കൊല്ലങ്ങൾക്ക് മുമ്പ് വരെ ലോഗൻ റൈസ് ആയിരുന്നു ഡ്രാഗൺ മാർഷിലെ സംഭാഷണ വിഷയം, പ്രത്യേകിച്ച് സ്റ്റോണിയിൽ. പെട്ടെന്നാണ് ലോഗൻ റൈസിനെ കുറിച്ചുള്ള വാർത്തകൾ പതുക്കെ ഇല്ലാതായത്. ലോഗൻ എങ്ങോട്ട് പോയെന്ന് ആർക്കും അറിയത്തില്ല. ലോഗൻ ജീവിച്ചിരിപ്പുണ്ടോ മരിച്ചോ എന്ന് പോലും അറിയത്തില്ല. സ്റ്റോണിയിൽ ഫോർബിഡൻ സിറ്റിക്ക് പുറത്തു വെച്ചുണ്ടായ ആ കൂട്ടക്കൊലയിൽ ലോഗൻ കൊല്ലപ്പെട്ടു എന്നുള്ള കാര്യം ഗവൺമെന്റ് അതീവ രഹസ്യമായി സൂക്ഷിച്ചിരുന്നത് കൊണ്ട് ആ വാർത്ത ഹാൻ ഫാനിങ് പോലും അറിഞ്ഞിരുന്നില്ല. അതുകൊണ്ടാണ് അയാൾ ലോഗനെ പെട്ടെന്ന് കണ്ടപ്പോൾ ലോഗനുമായി ഫൈറ്റ് ചെയ്യാൻ ആഗ്രഹം കാണിച്ചത്. കൊല്ലപ്പെട്ട ലോഗനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നതെന്ന് കേട്ടാൽ സ്വാഭാവികമായിട്ട് അയാളൊന്ന് ഞെട്ടീനെ. അങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് അയാൾ കേട്ടിട്ടില്ലാത്തത് കൊണ്ടാണ് അയാൾ ലോഗനോട് പറഞ്ഞത്, ലോഗൻ, എനിക്ക് സത്യമായിട്ടും നിങ്ങളുമായി ഏറ്റുമുട്ടാൻ അന്നേ ആഗ്രഹമുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ തിരക്കി നടക്കുകയായിരുന്നു. അങ്ങനെ പറഞ്ഞിട്ട് ഹാൻ ഫാനിങ് പെട്ടെന്നൊന്ന് കറങ്ങി. അയാൾ പെട്ടെന്നൊന്ന് കറങ്ങിയതും അയാൾക്ക് ചുറ്റും ഒരു ചുഴി ഉണ്ടായി. ആ ചുഴി അങ്ങനെ ഉണ്ടാകുമ്പോൾ അയാൾക്ക് ചുറ്റുമായി ഒരു വൈദ്യുത തരംഗം ഉണ്ടാവുകയാണ്. ശരിക്കും ഒരു മോട്ടോർ കറങ്ങുമ്പോൾ വൈദ്യുതി ഉണ്ടാകും പോലെ ഒരു വൈദ്യുതിയുടെ കറക്കം അയാൾക്ക് ചുറ്റും ഉണ്ടാകുന്ന ആ നിമിഷത്തിൽ ഒരു അമ്പ് എവിടെ നിന്നോ ആ അന്തരീക്ഷത്തെ ഭേദിച്ചുകൊണ്ട് അയാളുടെ ആ കറങ്ങുന്ന ചുഴിയിലേക്ക് വന്ന് പതിച്ചു. ശരിക്കും ശക്തമായ ഒരു അമ്പാണ് ആ ചുഴിയിൽ വന്ന് പതിച്ചത്. ആ ചുഴിയിൽ ആ അമ്പ് പതിച്ചതും ഹാൻ ഫാനിങ് സൃഷ്ടിച്ച ആ ഇലക്ട്രിക് കറണ്ട് അവിടെ പെട്ടെന്ന് സ്റ്റോപ്പായി.
അപ്രതീക്ഷിതമായി തനിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടായതും ഹാൻ ഫാനിങ് ഉറക്കെ ചോദിച്ചു, ആരാ എന്നെ ആക്രമിച്ചത്? ഞാനാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു സുമുഖനായ മനുഷ്യൻ അങ്ങോട്ട് കടന്നു വന്നു. അയാളുടെ ഇരുപുറത്തുമായി 2 ലേഡി ഓഫീസേഴ്സ് ഉണ്ട്. ആ രാത്രിയിൽ ആ ചന്ദ്രപ്രകാശത്തിൽ അകത്തേക്ക് നടന്നു വരുന്ന ആ സുമുഖനായ മനുഷ്യനെ കണ്ട ആളുകൾ പെട്ടെന്ന് കൈയടിച്ചു പോവുകയാണ്. അകത്തേക്ക് വരുന്നത് സാക്ഷാൽ ആദം സ്പാനറാണ്, ഗോഡ് ഓഫ് വാർ. സ്പാനർ കുടുംബത്തിന്റെ ആദം സ്പാനറെ എല്ലാവരും അറിയും. ആദം സ്പാനർ എന്ന സുമുഖനെ കണ്ട ഇസബല്ലയും അതുപോലെ വിക്ടോറിയയും ശരിക്കും ഞെട്ടിയെന്ന് പറയാം. ആദം സ്പാനറുടെ സഹോദരി സ്കാർലറ്റ് സ്പാനർ തലേ ദിവസം അവരെ ഒന്ന് വിരട്ടിയതാണ്. ഇപ്പൊ ഇതാ സ്കാർലറ്റിന്റെ സഹോദരൻ ആദം തന്നെ രംഗത്തെത്തിയിരിക്കുന്നു. എന്തിനാ ആദം അവിടേക്ക് വന്നത്? ആ ചോദ്യം ആ 2 സ്ത്രീകളുടെ മനസ്സിലേക്ക് ഉണ്ടായതും ആദം ഹാൻ ഫാനിങ്ങിനോട് പറഞ്ഞു, ഹാൻ നിർത്ത്. മിസ്റ്റർ ഗോഡ് ഓഫ് വാർ ആദം സ്പാനർ, നിങ്ങൾ എന്തിനാ ഈ വിഷയത്തിൽ ഇടപെടുന്നത്? ഹാൻ ഫാനിങ് കൂളായിട്ട് ആദം സ്പാനറോട് അങ്ങനെ ചോദിച്ചതും ആദം ഹാനിനോട് പറഞ്ഞു, ഹാൻ, ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇവിടെ ഈ രാത്രിയിൽ ഇങ്ങനൊരു ഫൈറ്റിന്റെ ഒരു ആവശ്യമില്ല. മിസ്റ്റർ ആദം, ഞാൻ ആ മനുഷ്യനോടല്ലേ ഏറ്റുമുട്ടുന്നത്, നിങ്ങളെന്തിനാ ഇതിനിടയ്ക്ക് കയറുന്നത്? ഹാൻ, ഞാൻ നിന്നോട് പറഞ്ഞു നിർത്താനുള്ള സമയമായത്. ആദം, ഒരു ഫൈറ്റിനിടയിൽ കയറി വന്ന് ഈ ശൈലിയിൽ ഇടപെടുന്നത് ശരിയല്ല. നിങ്ങൾ ഗോഡ് ഓഫ് വാറൊക്കെ ആയിരിക്കും, നിങ്ങൾക്ക് പക്ഷേ എന്നെ ചലഞ്ച് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ? ഹാൻ ഫാനിങ്, നീ എന്താ എന്നെ വെല്ലുവിളിക്കുകയാണോ? വെല്ലുവിളി സ്വീകരിക്കുന്നതിൽ എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ ഞാൻ വെല്ലുവിളി സ്വീകരിക്കുക നേരിട്ട് യുദ്ധത്തിലല്ല. നിന്നെ ഞാൻ എതിരിടും, ഒറ്റയ്ക്കല്ല, ഗ്രൂപ്പായിട്ട്. ആദം, അതെന്ത് പറച്ചിലാണ്? ഞാൻ ഒറ്റയ്ക്ക് വെല്ലുവിളിക്കുമ്പോൾ ഗ്രൂപ്പായിട്ടാണോ ഏറ്റുമുട്ടുന്നത്? ഹാൻ, എന്റെ ശൈലി അതാണ്. നിനക്ക് 2 കാര്യങ്ങളിൽ ഏതെങ്കിലും ഒന്ന് തീരുമാനിക്കാം. ഒന്നുകിൽ നിനക്ക് ഞങ്ങളുടെ ഗ്രൂപ്പിനോട് ഏറ്റുമുട്ടാം, അല്ലെങ്കിൽ ഞങ്ങൾ ഗ്രൂപ്പായി നിന്നോട് ഏറ്റുമുട്ടും. ഇതിൽ ഏത് വേണമെന്ന് നീ തീരുമാനിക്കും. ആദം സ്പാനർ 2 ശൈലിയും പറഞ്ഞതും ഒരേ കാര്യമാണ്. അവിടെ നിന്ന് പോകാൻ ഹാൻ ഫാനിങ് വിസമ്മതിക്കുകയാണെങ്കിൽ ഹാനിന് ആദത്തിന്റെ സൈന്യത്തോട് ഏറ്റുമുട്ടിയേ പറ്റൂ. അതാണ് ആദം സ്പാനർ പറയാതെ പറഞ്ഞത്. അത് കേട്ടതും ഹാൻ ഫാനിങ് ഒന്ന് ചിരിച്ചു. ആദം, എനിക്കിപ്പോ പൂർണ്ണ ഉറപ്പാണ്, ഇത് ലോഗൻ റൈസ് ആണ്. ലോഗൻ റൈസിനെ രക്ഷിക്കാനാണ് നിങ്ങളിവിടെ എത്തിയത്. അക്കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. അങ്ങനെ ആദത്തിനോട് പറഞ്ഞിട്ട് ലോഗൻ റൈസിനെ ഒന്ന് നോക്കിയതിനു ശേഷം അയാൾ വീണ്ടും ആദത്തിനോട് പറഞ്ഞു, ആദം, നമ്മൾ ഇനിയും കാണാം. അങ്ങനെ പറഞ്ഞ നിമിഷം തന്നെ ഹാൻ ഫാനിങ് ആ മൺകൂനയുടെ പുറത്തുനിന്ന് ഒരൊറ്റ ജമ്പ് ഇരുട്ടത്തേക്ക്, അയാൾ ഇരുട്ടിലേക്ക് മറയുകയാണ്. ശരിക്കും മിന്നൽ വേഗതയിൽ ആ ഇരുട്ടിൽ എവിടേക്കോ ഹാൻ ഫാനിങ് അങ്ങ് മറഞ്ഞു. ഹാൻ ഫാനിങ് പോയ ഭാഗത്തേക്ക് നോക്കി നിൽക്കുന്ന ആദം സ്പാനർ പെട്ടെന്നാണ് ആ കാഴ്ച കണ്ടത്. ആദം സ്പാനറുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഡെസൻ റൈസ് അവിടെ ഇല്ല. ആദം അമ്പരപ്പോടെ തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് ഡെസൻ റൈസ് 2 സ്ത്രീകളെ പിടിച്ചു നിർത്തിയിരിക്കുന്നതാണ്. ഇസബല്ലയും വിക്ടോറിയയും ആദം വന്ന നിമിഷത്തിൽ അവിടുന്ന് മുങ്ങാനായി ശ്രമിച്ചത് കണ്ടതും ഡെസൻ റൈസ് അവർക്ക് മുന്നിലേക്ക് വന്നതാണ്. ഡെസൻ വിക്ടോറിയയോടും ഇസബല്ലയോടുമായി പറഞ്ഞു, ഹേയ്, നിങ്ങൾ എവിടെയാ പോകുന്നത്? അല്ല ഡെസൻ, എനിക്ക് വീട്ടിൽ പോയിട്ട് അത്യാവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. വിക്ടോറിയ അങ്ങനെ പറഞ്ഞതും ഡെസൻ വിക്ടോറിയയോട് പറഞ്ഞു, ഹേയ്, നിങ്ങൾ 2 പേരും എന്നെ കൊല്ലാനായി ഒരു കൊട്ടേഷൻ ഏറ്റെടുത്തവരാണ്. എന്നെ കൊല്ലാൻ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ആളുകളെ വെറുതെ വിട്ട ചരിത്രം എൻ്റെ ജീവിതത്തിലില്ല. ഡെസൻ പറയുന്നത് അതെ, അത് തന്നെയാണ്. ഞാൻ നിങ്ങളെ കൊല്ലാൻ പോവുകയാണ്. ഡെസൻ വളരെ കൂളായിട്ട് ആ കാര്യങ്ങൾ പറയുന്നത്. ഇസബല്ല ടോർബിയെയും വിക്ടോറിയ സ്റ്റെർലിങ്ങിനെയും ഡെസൻ കൊല്ലാൻ പോവുകയാണെന്ന് ഡെസൻ സൂചിപ്പിച്ചപ്പോൾ വിക്ടോറിയ ശരിക്കും ഭയന്നിട്ടുണ്ട്. വിക്ടോറിയ കരഞ്ഞുകൊണ്ട് ഡെസനോട് പറഞ്ഞു, ഡെസൻ പ്ലീസ് എന്നെ കൊല്ലരുത്. വിക്ടോറിയ, ഇവനോട് കെഞ്ചിയിട്ടൊരു കാര്യമില്ല, ഇവൻ നമ്മളെ കൊല്ലും. ഇസബല്ലയ്ക്ക് കാര്യങ്ങൾ ഏതാണ്ട് ബോധ്യമായി. ഇസബല്ല, അങ്ങനെ പറയാതെ രക്ഷപ്പെടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ നോക്ക്. അങ്ങനെ ഇസബല്ലയോട് പറഞ്ഞിട്ട് വിക്ടോറിയ, ഡെസൻ പ്ലീസ് ഞങ്ങളെ പോകാൻ അനുവദിക്കണം, ഞങ്ങൾ ഡെസനെ സഹായിക്കാം. നോക്ക്, ഞാൻ ഇത്തരത്തിലുള്ള സംഭാഷണം അനുവദിക്കുന്ന ആളല്ല. കണ്ടീഷൻസ് ഞാനാ പറയുക. നിങ്ങൾ ഇവിടുന്ന് ജീവനോടെ പുറത്തു പോകണമെങ്കിൽ നിങ്ങൾ അത് പറയണം. അങ്ങനെ ഡെസൻ പറഞ്ഞതും ഇസബല്ല വിക്ടോറിയയോട് പറഞ്ഞു, വിക്ടോറിയ, ഡെസൻ നമ്മളെ ഒന്നും ചെയ്യത്തില്ല. ഇത്രയും ആളുകൾ കൂടി നിൽക്കുമ്പോൾ ഡെസന് നമ്മളെ തൊടാൻ ധൈര്യം വരത്തില്ല. ഇസബല്ല അത് പറഞ്ഞതും ഡെസൻ തിരിഞ്ഞ് ആദം സ്പാനറെ ഒന്ന് നോക്കി. ആദം സ്പാനർക്ക് ആ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായെന്ന് വ്യക്തം. ആദം അയാളുടെ ടീമംഗങ്ങളോട് പറഞ്ഞു, അവരെല്ലാം ഒഴിവാക്ക്. അടുത്ത നിമിഷത്തിൽ ആദത്തിന്റെ സേന ആ ബിൽഡിങ്ങിന് ചുറ്റുമായി കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന
മുഴുവൻ ആളുകളെയും അവിടെ നിന്ന് ഒഴിവാക്കി. വിത്തിൻ സെക്കൻഡ്സ് ആളുകൾ ഒഴിവാക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ അതാണ് ശരി. ഇപ്പോ ആ മൺകൂനയ്ക്ക് മുന്നിൽ ഡസൻ റൈസും ആദം സ്പാനറുടെ ടീമും പിന്നെ ഇസബെല്ലയും വിക്ടോറിയയും ഉള്ളൂ. ഇസബെല്ലയും വിക്ടോറിയയും ശരിക്കും നടുങ്ങിയെന്ന് പറയാം. ഡസൻ ഇസബെല്ലയും വിക്ടോറിയയും നോക്കിയിട്ട് വിക്ടോറിയോട് ചോദിച്ചു, ഇനി നീ പറ, ആര് നിങ്ങളെ എന്നെ കൊല്ലാൻ ഏർപ്പാടാക്കിയത്? ഡസൻ, സത്യത്തിൽ ഞങ്ങൾ നിരപരാധികളാണ്. മാർക്ക് മോൺഗോമറി എന്ന വാക്ക് വിക്ടോറിയ പറയാനായി വാ തുറന്ന ആ നിമിഷത്തിൽ പെട്ടെന്ന് ഒരു വെടിയുടെ ശബ്ദം ഉയർന്നു. അല്പ ദൂരം നിന്നാണ് ആ വെടിയുടെ ശബ്ദം ഉയർന്നതെങ്കിലും വെടിയേറ്റ് വിക്ടോറിയ താഴേക്ക് വീണു. വിക്ടോറിയയുടെ 2 പുരികത്തിന്റെ നടുക്കായിട്ടാണ് ആ വെടിയുണ്ട തറച്ചു കയറിയത്. ശരിക്കും ഒരു ഷാർപ്പ് ഷൂട്ടർ സ്നൈപ്പർ ഉപയോഗിച്ചുകൊണ്ട് വിക്ടോറിയയെ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു. വെടിയേറ്റ് വിക്ടോറിയ താഴേക്ക് വീഴുമ്പോൾ ഇസബെല്ല ഞെട്ടിയെന്ന് പറയാം. ഇസബെല്ല മാത്രമല്ല, ആദം സ്പാനറും ഡസൻ റൈസും ഒക്കെ ഞെട്ടിയിട്ടുണ്ട്. ഇരുട്ടത്ത് പതുങ്ങിയിരുന്ന് ആരോ വെടിയുതിർത്തിരിക്കുകയാണ്. വെടിയേറ്റ് താഴെ വീണ വിക്ടോറിയയെ ഡസൻ റൈസും ആദം സ്പാനറും ഇസബെല്ലയും നോക്കിയ ആ നിമിഷത്തിൽ രണ്ടാമതും വെടിയുടെ ശബ്ദം ഉയർന്നു. വെടിയേറ്റ് ഇപ്പൊ താഴെ വീണത് ഇസബെല്ലയാണ്. ഒരൊറ്റ ഷോട്ടെ ഇസബെല്ലയ്ക്ക് നേരെ ഉതിർക്കേണ്ടി വന്നുള്ളൂ. വെടിയേറ്റ് ഇസബെല്ല താഴെ വീഴുമ്പോൾ അവൾ മരിച്ചു കഴിഞ്ഞു. ശരിക്കും അവളുടെ 2 പുരികകൾക്കിടയിൽ ഷാർപ്പായി ആരോ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. താഴെ വീണ് കിടക്കുന്ന ആ ഡെഡ് ബോഡിയിലേക്ക് ഡസൻ നോക്കുമ്പോൾ ആദം സ്പാനർ അയാളുടെ ടീമുകൾക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്, പിടിക്കവരെ. അത് കേട്ടതും ഡസൻ റൈസ് ആദത്തിനോട് പറഞ്ഞു, ആദം, അയാളെ കിട്ടത്തില്ല. ഈ ഇരുട്ടത്ത് ഇത്ര സൂക്ഷ്മമായി വെടിതുറക്കാൻ കപ്പാസിറ്റി ഉള്ള ആള് ഉറപ്പായും രക്ഷപ്പെട്ടിട്ടുണ്ടാകും. ഡസൻ റൈസ് അങ്ങനെ പറഞ്ഞപ്പോൾ ആദം ഡസനോട് ചോദിച്ചു, ഡസൻ, എന്താ ഇതൊക്കെ? ആരാ ഇതിൻ്റെയൊക്കെ പിന്നിൽ? ആദം, ഇതിന്റെ പിന്നിൽ മാർക്ക് മോൺഗോമറിയാണ്. ഡസൻ, മാർക്ക് എന്തിനാ നിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത്? ആദം, ഞാൻ ആരാണെന്ന് അയാൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് അയാൾ എന്നെ കൊല്ലാൻ ഇതുപോലുള്ള ഒരു നാടകം നടത്തിയത്. ഡസൻ റൈസ് ആണ് ലോഗൻ റൈസ് എന്ന് മാർക്ക് മോൺഗോമറി അറിഞ്ഞിരിക്കുന്നുവെന്ന് പകൽ പോലെ വ്യക്തമാണ്. വെസ്റ്റ് ലുക്കോസിയിലെ റൂഫസ് റൈസിനെ ഭയമുള്ളത് കൊണ്ടാണ് അയാൾ നേരിട്ട് രംഗത്ത് വരാതെ മറ്റ് ആളുകൾ ഉപയോഗിച്ച് ലോഗൻ റൈസിനെ കൊല്ലാൻ ഒരു നാടകം കളിച്ചത്. ആദത്തിനും അതുപോലെ ഡസൻ റൈസിനും അക്കാര്യം ഏകദേശം വ്യക്തമാണ്. ആദം ഡസനോട് ചോദിച്ചു, ഡസൻ, നമ്മളിനി എന്ത് ചെയ്യും? ആദം, എനിക്ക് നിന്റെ സപ്പോർട്ട് ചിലപ്പോൾ വേണ്ടി വന്നേക്കും. ഹേയ് ഡസൻ, ഇപ്പോഴെങ്കിലും നിനക്ക് എൻ്റെ സപ്പോർട്ട് വേണമെന്ന് തോന്നിയല്ലോ. ഞാൻ ഏത് സ്റ്റൈലിലുള്ള സപ്പോർട്ടാണ് തരേണ്ടത്? ആദം, നീ എനിക്ക് വേണ്ടി കുറച്ച് കഠിനമായ ജോലിയൊക്കെ ചെയ്യേണ്ടി വരും. ഡസൻ അത് പറഞ്ഞപ്പോൾ ആദത്തിന്റെ മുഖത്ത് ശരിക്കും ഒരു പുഞ്ചിരി വിരിയുകയാണ്. ചിരിച്ചുകൊണ്ട് ആദം ഡസനോട് പറഞ്ഞു, ഡസൻ, നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്ന് നീ എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും. ശരിക്കും ഡസൻ റൈസിന്റെ ബഡ്ഡിയാണ് ആദം സ്പാനർ എന്ന് ആ പറച്ചിൽ പറയാതെ പറയുകയാണ്. ജീവന്റെ ഭാഗമാണ് ആദത്തിന് ഡസൻ റൈസ്. ഡസനും അങ്ങനെ തന്നെ. ആദം ഡസന് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാമെന്ന് പറഞ്ഞ ആ നിമിഷത്തിൽ ഡസൻ ആദത്തിനോട് പറഞ്ഞു, ആദം, ഞാൻ നീങ്ങുകയാണ്, ഈ ബോഡി കൈകാര്യം ചെയ്യണേ. ഇസബെല്ലയുടെയും അതുപോലെ വിക്ടോറിയയുടെയും ബോഡിയെ ചൂണ്ടിക്കാണിച്ച് ഡസൻ അത് പറഞ്ഞിട്ട് ഡസൻ അതിവേഗം പുറത്തേക്ക് നീങ്ങി. ഡസൻ റൈസിന്റെ കാറ് അവിടെ നിന്ന് പാഞ്ഞു പോകുമ്പോൾ ആ ലേഡി ഓഫീസേഴ്സ് ആദം സ്പാനറുടെ മുഖത്ത് കൗതുകപൂർവ്വം നോക്കി നിൽക്കുകയാണ്. ആദത്തിന്റെ മുഖത്ത് വല്ലാത്തൊരു അഭിമാനമുണ്ട്. അയാളുടെ ബാല്യകാല സുഹൃത്തായ ലോഗൻ റൈസ് ഇതാ വിശ്വാസപൂർവ്വം ആദത്തിനെ ഒരു കാര്യം ഏൽപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെതായ ഒരു സന്തോഷമാണ് ശരിക്കും ഇപ്പോൾ നമുക്ക് ആദത്തിന്റെ മുഖത്ത് നിന്ന് വായിച്ചെടുക്കാൻ പറ്റുന്നത്. ആദത്തിന്റെ മുഖത്ത് കണ്ട സന്തോഷം ശരിക്കും കൗതുകപൂർവ്വം ആ ലേഡി ഓഫീസേഴ്സ് വായിച്ചെടുക്കപ്പോഴേക്കും ഡസന്റെ വാഹനം അതിവേഗം അവിടുന്ന് മൂവ് ചെയ്ത് കഴിഞ്ഞു. കുറെ നേരം കഴിഞ്ഞ് ഡസൻ റൈസിന്റെ വാഹനം ഡസന്റെ വില്ലയ്ക്ക് മുന്നിലെത്തുമ്പോൾ ഡസനെ കാത്ത് മാക്സിമസ് നിൽക്കുകയാണ്. ഡസൻ കാറിൽ നിന്ന് ഇറങ്ങുന്ന കണ്ടതും മാക്സിമസ് ഓടി ഡസൻ അടുത്തേക്ക് വന്നു. മാസ്റ്റർ ഡസൻ, ഒരാള് നിങ്ങളെ കാത്തിരിക്കുകയാണ്. എന്നെ കാത്ത് ആള് വന്നിരിക്കുന്നു. ആരാ അത്? ഡസൻ, ആളാരാണെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷേ ആ ആള് ഒരു സ്ത്രീയാണെന്ന് വ്യക്തമാണ്. ഡസനോട് അങ്ങനെ മാക്സിമസ് പറഞ്ഞപ്പോൾ ഒരു കൗതുകം ഡസനും ഉണ്ടായി. ഡസനും മാക്സിമസും കൂടി നടന്ന് ആ വില്ലയുടെ ലിവിംഗ് റൂമിൽ എത്തുമ്പോൾ അവിടെ ഒരു സോഫയിൽ ഒരു സ്ത്രീ ഇരിക്കുകയാണ്. ആ സ്ത്രീയുടെ തലയിൽ ഒരു തൊപ്പിയുണ്ട്, ഒരു കോണാകൃതിയിലുള്ള തൊപ്പിയാണ് വെച്ചിരിക്കുന്നത്. അവരുടെ മുഖത്ത് ഒരു സ്കാർഫുണ്ട്. ആ സ്കാർഫ് ഇട്ടിരിക്കുന്ന സ്ത്രീയുടെ കണ്ണുകൾ മാത്രമാണ് ദൃശ്യമാകുന്നത്. ഡസൻ ആ സ്ത്രീയുടെ ഓപ്പോസിറ്റുള്ള കസലിൽ ഇരുന്നതും ഡസൻ അയാളോട് ചോദിച്ചു, ഹലോ, ആരാ നിങ്ങൾ?
എന്തിനാ എന്നെ തിരക്കി വന്നേ? ഞാൻ മാർഗരറ്റ്. ഞാൻ കൊട്ടാരത്തിൽ നിന്നാണ് വരുന്നത്. നിങ്ങൾക്ക് തരാൻ എൻ്റെ കയ്യിൽ ഒരു കത്തുണ്ട്. വളരെ ശാന്തമായ ശബ്ദത്തിൽ ആ സ്ത്രീ ആ വാചകങ്ങൾ പറഞ്ഞപ്പോൾ ഡസ്റ്റിന് ശരിക്കൊരു അമ്പരപ്പുണ്ടാവുകയാണ്. ഡ്രാഗൺ മാർഷിലെ നമ്പർ 1 സുന്ദരിയാണ് മാർഗരറ്റ്. ആ മാർഗരറ്റാണ് ആ രാത്രിയിൽ ഡസ്റ്റിനെതിരെയുള്ള കസിലിൽ ഇരിക്കുന്നത്. ആ ചിന്ത ഡസ്റ്റിന്റെ മനസ്സിലേക്ക് വന്നപ്പോൾ ഡസ്റ്റിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിരിയുകയാണ്. ഡസ്റ്റിന്റെ കയ്യിൽ മാർഗരറ്റിന്റെ ഒരു ഛായാചിത്രമുണ്ട്. മാർഗരറ്റിന്റെ പൂർണ്ണ ചിത്രമാണോ ഡസ്റ്റിന്റെ കയ്യിലുള്ളതെന്ന് ചോദിച്ചാൽ അല്ല. ആ മഞ്ഞുമലയിലേക്ക് നോക്കിയിരിക്കുന്ന മാർഗരറ്റിന്റെ വലതു ഭാഗത്തു നിന്നാണ് മാർഗരറ്റിനെ നോക്കി ചിത്രകാരൻ വരച്ചിരിക്കുന്നത്. എന്ന് പറയുമ്പോൾ മാർഗരറ്റിന്റെ ഒരു വശം മാത്രമേ ചിത്രത്തിലുള്ളൂ. ഇപ്പൊ ഇത് അതേ മാർഗരറ്റാണ് ഡസ്റ്റിൻ റൈസിന്റെ മുന്നിലിരിക്കുന്നത്. പക്ഷെ ആ സുന്ദരിയുടെ കണ്ണുകൾ മാത്രമേ വിസിബിൾ ആയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഭാഗവും കവേർഡാണ്. ഡസ്റ്റിൻ കൗതുകപൂർവ്വം മാർഗരറ്റിനെ നോക്കുമ്പോൾ മാർഗരറ്റ് ഒരു കത്ത് ഡസ്റ്റിന്റെ കയ്യിലേക്ക് കൊടുത്തു. ലിയോൺ നാഷ്, പ്രിൻസ് ഓഫ് വെയിൽസ്, ഇപ്പോ സൺ ടെമ്പിളിൽ പൂജാരിയാണ്. പേര് ലിജോൺ. വളരെ വ്യക്തമായ ഒരു വാചകമാണ് ആ പേപ്പറിലുള്ളത്. ലിയോൺ നാഷ് അഥവാ പ്രിൻസ് ഓഫ് വെയിൽസ് ചക്രവർത്തിയുടെ ഇളയ സഹോദരനാണ്. ആ ഇളയ സഹോദരൻ സൺ ടെമ്പിളിൽ ലിജോൺ എന്ന പേരിൽ ഒളിച്ചു താമസിക്കുന്നു എന്നാണ് ആ വാചകം ഡസ്റ്റിനോട് പറയുന്നത്. ആ വാചകം വായിച്ച ഡസ്റ്റിൻ മാർഗരറ്റിനോട് പറഞ്ഞു, താങ്ക് യു മാർഗരറ്റ്, താങ്ക് യു. ഡസ്റ്റിൻ അത് പറഞ്ഞതും മാർഗരറ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ലോഗൻ, നിങ്ങൾ അറിയാൻ പാടില്ലാത്തൊരു കാര്യമാണ് അറിഞ്ഞിരിക്കുന്നത്. ഈ അന്വേഷണം തുടരേണ്ട ആവശ്യകത ഉണ്ടോ? മാർഗരറ്റിന്റെ ആ ചോദ്യം ശരിക്കും വ്യക്തമാണ്. 11 കൊല്ലങ്ങൾക്ക് മുമ്പേ ഉണ്ടായ ആ സംഭവത്തിന്റെ ബാക്കി പത്രങ്ങൾ വീണ്ടും അന്വേഷിക്കുന്നത് ശരിയാണോ എന്നാണ് മാർഗരറ്റ് ചോദിക്കുന്നത്. ആ ചോദ്യം കേട്ടതും ഡസ്റ്റിൻ മാർഗരറ്റിനോട് പറഞ്ഞു, മാർഗരറ്റ്, താങ്കളുടെ ചോദ്യത്തിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലായി. എൻ്റെ രക്ഷയെ കരുതിയാണ് നിങ്ങൾ അങ്ങനെ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം. പക്ഷേ എൻ്റെ വിധി തീരുമാനിക്കപ്പെട്ടതാണ്. 11 കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ത് സംഭവിച്ചു എന്ന് അറിഞ്ഞേ പറ്റൂ. ലോഗൻ, ഞാൻ വീണ്ടും പറയുന്നു, നിങ്ങൾ ഈ കാണിക്കുന്നത് സാഹസമാണ്. 11 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾ കണ്ട കാര്യങ്ങൾ ഒരിക്കൽ കൂടി ആവർത്തിക്കപ്പെടാൻ ചിലപ്പോൾ നിങ്ങളുടെ ഈ സാഹസം ഇടയാക്കിയേക്കും. 11 കൊല്ലങ്ങൾക്ക് മുമ്പ് റൈസ് കുടുംബത്തെ കൂട്ടക്കൊല നടത്തിയപ്പോൾ എന്തൊക്കെ സംഭവിച്ചോ അതൊക്കെ വീണ്ടും ആവർത്തിക്കാൻ സാധ്യതയുണ്ടെന്ന് മാർഗരറ്റ് പറയുമ്പോൾ മാർഗരറ്റിനും ഒരു ഭയമുണ്ട്. ലോഗൻ റൂഫസ് റൈസിന്റെ മകനാണ്. റൂഫസ് റൈസിന്റെ മകൻ സ്റ്റോണിയിൽ വെച്ച് കൊല്ലപ്പെട്ടാൽ അത് ഡ്രാഗൺ മാർഷിന്റെ സകല സംവിധാനങ്ങളെയും പ്രതികൂലമായി ബാധിക്കും. ലോഗൻ റൈസ് സ്റ്റോണിയിൽ വെച്ച് കൊല്ലപ്പെട്ടാൽ റൂഫസ് പിന്നെ ഒന്നും നോക്കാൻ സാധ്യതയില്ല. സകല സന്നാഹവുമായി വെസ്റ്റ് ലുക്കോസിൽ നിന്ന് റൂഫസ് റൈസിന്റെ ആ വൻ സൈന്യം സ്റ്റോണിയിലേക്ക് ഇരച്ചു കയറും. സ്റ്റോണിയ പ്രതികരിക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു യുദ്ധം അനിവാര്യമാണ്. അനവധി ആളുകൾ കൊല്ലപ്പെടും. ഡ്രാഗൺ മാർഷ് എന്ന രാജ്യത്തിന്റെ ശിഥിലീകരണത്തിലേക്ക് ചിലപ്പോൾ ആ യുദ്ധം എത്തിയേക്കാം. ആ ഭയമാണ് മാർഗരറ്റിന്റെ വാക്കുകളിലുള്ളത്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഡസ്റ്റിൻ മാർഗരറ്റിനോട് പറഞ്ഞു, മാർഗരറ്റ്, ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ അമ്മ എൻ്റെ കൺമുന്നിലാണ് കൊല്ലപ്പെട്ടത്. സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ് സംഭവിച്ചത്. അതിന് കാരണക്കാർ അവരാര് തന്നെയാണെങ്കിലും എനിക്ക് അത് അറിഞ്ഞേ പറ്റൂ. ലോഗൻ, ഞാൻ വീണ്ടും പറയുന്നു, അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾ അറിയാതിരിക്കുന്നതല്ലേ നല്ലത്. മാർഗരറ്റിന്റെ ലക്ഷ്യം ലോഗന്റെ ലക്ഷ്യത്തിൽ നിന്ന് പിന്തിരിപ്പിക്കുക എന്നുള്ളതാണ്. മാർഗരറ്റ് സംസാരിക്കുമ്പോൾ ലോഗന് അത് മനസ്സിലാകുന്നുണ്ട്. ലോഗൻ മാർഗരറ്റിനോട് പറഞ്ഞു, മാർഗരറ്റ്, താങ്കൾ എത്ര ശ്രമിച്ചാലും എൻ്റെ ലക്ഷ്യത്തിൽ നിന്ന് എനിക്ക് പിന്മാറാനാകില്ല. ലോഗൻ, താങ്കളോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയുകയാണ്, അപകടമാണ് നിങ്ങൾ വിളിച്ചു വരുത്താൻ പോകുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എതിരാളികളോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്നുള്ളത് മറക്കരുത്. മാർഗരറ്റ്, ഞാൻ തർക്കിക്കുന്നില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ ഉറപ്പു തരാം, ഞാൻ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് ഡ്രാഗൺ മാർഷ് എന്ന രാജ്യത്തിന് നഷ്ടമുണ്ടാക്കാനല്ല. മാർഗരറ്റിനോട് അങ്ങനെ തീർത്ത് ഡസ്റ്റിൻ പറഞ്ഞപ്പോൾ മാർഗരറ്റ് എണീറ്റു. മാർഗരറ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ലോഗൻ, ഒരു അപകടം ലോഗനെ തേടി വരാൻ സാധ്യതയുണ്ട്. ഏറ്റവും അനിവാര്യമായ ഘട്ടത്തിൽ ഇത് ലോഗനെ സഹായിക്കും. അങ്ങനെ പറഞ്ഞിട്ട് അവൾ ഒരു എംബ്ലം ഡസ്റ്റിന്റെ കയ്യിലേക്ക് വെച്ചു. 2 കൈ ഉപയോഗിച്ചാണ് മാർഗരറ്റ് ആ എംബ്ലം ഡസ്റ്റിന്റെ കയ്യിലേക്ക് കൊടുത്തത്. ആ എംബ്ലം കയ്യിലേക്ക് വാങ്ങുമ്പോഴാണ് ഡസ്റ്റിൻ ആ കാര്യം ശ്രദ്ധിക്കുന്നത്. അതൊരു രക്ഷാ കവചമാണ്. ശരിക്കും ആ രക്ഷാ കവചം
ഡസ്റ്റിന് കൊടുത്തിട്ട് മാർഗരറ്റ് ഡസ്റ്റിനോട് പറഞ്ഞു, ലോഗൻ അത്യാവശ്യ സമയത്ത് ലോഗനെ ഇത് രക്ഷിക്കും. മാർഗരറ്റ് അങ്ങനെ പറയുമ്പോൾ ഡസ്റ്റിന് ആ കാര്യം ഉറപ്പാണ്. ലോഗന് ഒന്നും സംഭവിക്കരുതെന്ന് മാർഗരറ്റിന് ആഗ്രഹമുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ വിധി മാറ്റിമറിക്കാൻ കപ്പാസിറ്റിയുള്ള അപൂർവം ആളുകളെ ഭൂമിയിൽ അവതരിക്കാറുള്ളൂ. അത്തരത്തിലൊരു അവതാരമായിട്ടാണ് മാർഗരറ്റ് യഥാർത്ഥത്തിൽ ലോഗൻ റൈസിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ലോഗനെ അങ്ങനെ അങ്ങ് മരണത്തിന് വിട്ടുകൊടുക്കാൻ മാർഗരറ്റിന് താല്പര്യമില്ല എന്ന് അവളുടെ ആ പ്രവൃത്തി വിളിച്ചു പറയുകയാണ്. ആ രക്ഷാകവചം കയ്യിലേക്ക് വാങ്ങിച്ച ഡസ്റ്റിൻ മാർഗരറ്റിനോട് ചോദിച്ചു, മാർഗരറ്റ് എന്താ ഇത്? ലോഗൻ, നീ മരിക്കാൻ പാടില്ല, പ്രത്യേകിച്ച് ഇപ്പോ. ലോഗൻ റൈസ് മരിക്കാനുള്ള സമയമായിട്ടില്ല. അതാണ് മാർഗരറ്റ് പറയാതെ പറയുന്നത്. ലോഗന് ആ രക്ഷാകവചം ശരിക്കും ഉപയോഗപ്പെടുമെന്ന് മാർഗരറ്റ് ഉറപ്പാക്കിയിട്ട് തന്നെയാണ് ആ രക്ഷാകവചം ലോഗന് കൊടുത്തതെന്ന് വ്യക്തമാണ്. ആ രക്ഷാകവചം വാങ്ങി ഭദ്രമായി തൻ്റെ പോക്കറ്റിലേക്ക് ഡസ്റ്റിൻ റൈസ് വെക്കുന്നത് കൗതുകത്തോടെ നോക്കുന്ന മാർഗരറ്റ് ഡസ്റ്റിനോടായി പറഞ്ഞു, ലോഗൻ, ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി യുക്തമായി തീരുമാനമെടുക്കേണ്ടത് ലോഗനാണ്. മറക്കരുത്. അങ്ങനെ തീരുമാനമെടുക്കുമ്പോൾ രഹസ്യങ്ങൾ തിരക്കിയാണ് ലോഗൻ പോകാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ നൽകിയ ഈ രക്ഷ ഡസ്റ്റിനൊപ്പം ഉണ്ടാകണം. അങ്ങനെ പറഞ്ഞിട്ട് മാർഗരറ്റ് പുറത്തേക്ക് നടന്നു തുടങ്ങി. ഡസ്റ്റിൻ മാർഗരറ്റിനെ അനുഗമിച്ച് മാർഗരറ്റിനൊപ്പം വീടിന്റെ പുറത്തേക്ക് വന്നു. മാർഗരറ്റ് ആ രാത്രിയിൽ അവൾ വന്ന വാഹനത്തിൽ പോയി കഴിഞ്ഞ് ഡസ്റ്റിൻ വീടിനകത്തേക്ക് അടക്കുമ്പോൾ ലോറൻസോ അവിടെ ഉണ്ട്. ലോറൻസെ കണ്ടതും ഡസ്റ്റിൻ അറിയാതെ ചോദിച്ചു പോവുകയാണ്, അങ്ങേ എണീറ്റോ? ലോഗൻ, ഞാൻ എത്രയെന്ന് വെച്ചാൽ അങ്ങനെ കിടക്കുക. ഞാൻ ഇറങ്ങി വരുമ്പോൾ ലോഗനും മാർഗരറ്റും തമ്മിൽ സംസാരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. ലോഗൻ, മാർഗരറ്റ് പറഞ്ഞത് മറക്കരുത്. അങ്കിൾ, ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നത് എൻ്റെ അമ്മയുടെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ വേണ്ടിയാണ്. അത് അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അതെങ്ങനെയാ ഞാൻ വേണ്ടാന്ന് വെക്കുക? ലോഗൻ, മാർഗരറ്റ് പറഞ്ഞത് തന്നെ ഞാനും ആവർത്തിക്കുകയാണ്. ഇനി അതൊക്കെ മറന്നുകൂടെ? 10-11 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ആ സംഭവം നമ്മൾ വീണ്ടും അറിയുമ്പോൾ ശരിക്കും അത് സങ്കടം ഉണ്ടാക്കിയല്ലേ ഉള്ളൂ. വീണ്ടും ആ സങ്കടം എന്തിനാ ലോഗൻ മനസ്സിലേക്ക് ഏറ്റുവാങ്ങുന്നത്? അതങ്ങ് വിട്ടേക്ക്. അങ്കിൾ ലോറൻസോ, ഞാൻ അങ്കിളിനോട് നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്, എനിക്ക് സത്യം അറിയണം. സത്യം എത്ര കടുത്തതാണെങ്കിലും അതറിയാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ആ സത്യം ഞാൻ അറിയുക തന്നെ ചെയ്യും. ലോഗൻ റൈസിനോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ലോറൻസോയ്ക്ക് അത് കേട്ടപ്പോൾ വ്യക്തമായി. ലോറൻസോ ഡസ്റ്റിനോട് പറഞ്ഞു, ലോഗൻ, ഞാൻ എന്ത് സംഭവിച്ചാലും ലോഗനൊപ്പം ഉണ്ടാവും. ആ രാത്രി അതിവേഗം കടന്നു പോവുകയാണ്. ഡസ്റ്റിൻ അതിരാവിലെ റെഡിയായി. ഒരു ദീർഘയാത്രയ്ക്ക് ഡസ്റ്റിൻ പുറപ്പെടാൻ പോവുകയാണ്. സ്റ്റോഡിയിൽ നിന്ന് വെസ്റ്റ് ലുക്കോസിക്കുള്ള വഴിയിലാണ് ആ സൺ ടെമ്പിൾ ഉള്ളത്. ശരിക്കും അത് ഇപ്പോൾ ഒരു ബുദ്ധക്ഷേത്രമാണ്. ഒരു വൻ മലയുടെ മുകളിലാണ് ആ ക്ഷേത്രമുള്ളത്. ആ ക്ഷേത്രം ഇപ്പോൾ ആളുകൾ ആരും സന്ദർശിക്കാത്ത ഒരു ക്ഷേത്രമാണ്. അവിടെ ആ മലയിൽ അങ്ങനെ ഒരു ക്ഷേത്രമുള്ള കാര്യം പോലും ആർക്കും അറിയത്തില്ല. അവിടേക്കാണ് ഡസ്റ്റിൻ റൈസ് യാത്ര തിരിക്കാൻ പോകുന്നത്. ഡസ്റ്റിൻ ഡ്രസ്സൊക്കെ ചെയ്ത് ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാനായി റെഡിയായതും മാക്സിമസ് ഡസ്റ്റിന് അടുത്തേക്ക് വന്നു. ഡസ്റ്റിൻ, ഞാൻ കൂടെ വരാം. മാക്സിമസ്, അത് വേണ്ട. ഇവിടെ അങ്കിൾ ലോറൻസോ ഉണ്ട്, കാറ്റ്ലിൻ ഉണ്ട്. നീ ഇവർക്കൊക്കെ സംരക്ഷണം കൊടുത്തുകൊണ്ട് ഇവിടെ ഉണ്ടാകണം. മാക്സിമസ്, അങ്കിൾ ലോറൻസോയ്ക്ക് ഒന്നും പറ്റാതെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്വമാണ്. ഡസ്റ്റിൻ റൈസ് യഥാർത്ഥത്തിൽ ആ വീടിന്റെ ചുമതല മാക്സിമസിനെ ഹാൻഡ് ഓവർ ചെയ്യുകയാണ്. ഏത് നിമിഷത്തിൽ വേണമെങ്കിലും അങ്കിൾ ലോറൻസോ ആക്രമിക്കപ്പെട്ടേക്കാമെന്നൊരു തോന്നൽ ഡസ്റ്റിന് ഉണ്ടെന്ന അർത്ഥം. അതുകൊണ്ടുകൂടിയാണ് ഡസ്റ്റിൻ അങ്ങനെ മാക്സിമസിനോട് പറഞ്ഞത്. സൺ മൗണ്ടനിലുള്ള ആ സൺ ടെമ്പിളിലേക്ക് ഡസ്റ്റിൻ റൈസ് യാത്ര തിരിച്ച് അധിക സമയം കഴിയുമ്പോൾ യാമീൻ വില്ലയിൽ മാർക്ക് മോൺഗോമറിയുടെ മുന്നിലേക്ക് ഒരാൾ ഓടിയെത്തി. അയാൾ ഒരു കത്ത് മാർക്ക് മോൺഗോമറിയെ കാണിച്ചു. ചുരുക്കം വാക്കുകളിൽ അതിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ലോഗൻ റൈസ് സൺ ടെമ്പിളിലേക്ക് പോയിരിക്കുകയാണ്. ലോഗനെ തടയണം. ഒരു രക്ഷയുമില്ലെങ്കിൽ ലോഗനെ കൊല്ലുക. വളരെ വ്യക്തമാണ് ആ പേപ്പറിലെ വാചകത്തിന്റെ അർത്ഥം. ലോഗൻ റൈസിനെ അവസാനിപ്പിക്കാൻ ആരോ തീരുമാനിച്ചിരിക്കുകയാണ്. ആ തീരുമാനമാണ് മാർക്ക് മോൺഗോമറിയെ അറിയിച്ചിരിക്കുന്നത്. മാർക്ക് മോൺഗോമറിയുടെ സബോർഡിനേറ്റ് ആണ് ആ കത്ത് മാർക്ക് മോൺഗോമറിയുടെ മുന്നിൽ കൊണ്ടുവന്നത്. ആ കത്തിലെ വാചകം അയാളും വായിച്ചു. അയാൾ മാർക്കിനോട് ചോദിച്ചു, സാർ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ ഓർഡർ അനുസരിക്കണം. മാർക്ക് മോൺഗോമറിക്ക് അയാളെക്കാൾ അധികാരമുള്ള ആളുകളിൽ നിന്നാണ് ഓർഡർ ലഭിച്ചിരിക്കുന്നത്.
ആ ഓർഡർ പാലിക്കാൻ മാർക്ക് മോൺഗോമറി ബാധ്യസ്ഥനാണ്. മാർക്ക് സബോർഡിനേറ്റോട് പറഞ്ഞു, നമ്മുടെ ടീമിനെ അറേഞ്ച് ചെയ്യും, നമുക്ക് സൺ ടെമ്പിളിലേക്ക് നീങ്ങണം. ഇതേ സമയത്ത് സ്റ്റോണിയിലെ ബെലാർമോ മാർഷൽ ആർട്സിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഹാൻ ഫാനിങ് തലേദിവസം രാത്രി നടന്ന ആ ഫൈറ്റിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ലേശ പ്രായമുള്ള ഒരു മനുഷ്യൻ അകത്തേക്ക് വന്നത്. വന്ന ആളെ കണ്ടതും ഹാൻ ഫാനിങ് അയാളെ വണങ്ങി. ഗുരു നമസ്കാരം. ഹാൻ, നീ അത്യാവശ്യമായി ഒരു കാര്യം ചെയ്യണം. ഗുരു, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഹാൻ, നീ ഉടനെ സൺ ടെമ്പിളിലേക്ക് നീങ്ങണം. സൺ ടെമ്പിളിലേക്കോ? അതെ ഹാൻ, സൺ ടെമ്പിളിലേക്ക് ലോഗൻ റൈസ് വരികയാണ്. നീ ലോഗനെ തടുക്കണം. മാസ്റ്റർ, ലോഗനെ തടുക്കാനോ? അതെ ഹാൻ, നിനക്ക് ലഭിച്ചിരിക്കുന്ന ഈ ചാൻസ് നീ ഉപയോഗിക്കണം. നീ ലോഗനെ കൊല്ലണം. മാസ്റ്റർ, ലോഗൻ റൈസിനെ കൊന്നാൽ അയാളുടെ പിതാവ് റൂഫസ് റൈസ് അവരുടെ കീഴിലുള്ള ആ 5 ലക്ഷം സേനയുമായി നമ്മളെ ആക്രമിക്കത്തില്ലേ? ഹാൻ, അതിനെക്കുറിച്ചൊന്നും നീ ആലോചിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഈ ഓർഡർ നൽകിയിരിക്കുന്ന ആളുകൾ അതിശക്തരാണ്. അവർ അത് വേണ്ടപോലെ കൈകാര്യം ചെയ്തോളൂ. റൂഫസ് റൈസിന്റെ വെസ്റ്റ് ലുക്കോസിയ സർവ്വസൈന്യവുമായി സ്റ്റോണിയെ ആക്രമിച്ചാലും അതിനെ തടുത്തു നിർത്താനുള്ള കപ്പാസിറ്റി ഈ ഓർഡർ കൊടുത്ത വ്യക്തികൾക്കുണ്ടെന്നാണ് മാസ്റ്റർ ഹാൻ ഫാൻ ഇങ്ങിനോട് പറഞ്ഞത്. ഇതേ സമയത്ത് തന്നെ മറ്റൊരു സ്ഥലത്ത് ഒരു നദിയുടെ കരയിൽ ഒരു ചെറുപ്പക്കാരൻ ധ്യാന നിമഗ്നായിരിക്കുകയാണ്. സുന്ദരനായ ആ ചെറുപ്പക്കാരൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് ഒരാൾ നടന്നെത്തിയത്. അയാൾ ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു, ടൈലർ, മാസ്റ്റർ ഒരു മെസ്സേജ് തന്നിരിക്കുകയാണ്. ശബ്ദം കേട്ട് ആ ചെറുപ്പക്കാരൻ കണ്ണു തുറക്കുമ്പോൾ ഒരു മെസ്സേജുമായി ഒരു മനുഷ്യൻ അടുത്ത് നിൽക്കുകയാണ്. എന്ത് മെസ്സേജാ മാസ്റ്റർ നൽകിയിരിക്കുന്നത്? ടൈലർ, മാസ്റ്റർ നിങ്ങളോട് സൺ ടെമ്പിളിലേക്ക് പോകാനാ പറഞ്ഞിരിക്കുന്നത്. സൺ ടെമ്പിളിലേക്കോ? അതെന്തിനാ? അവിടെ ലോഗൻ റൈസ് വരുന്നുണ്ട്. ലോഗൻ റൈസിനെ തടുക്കാനാണ് മാസ്റ്റർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലോഗൻ റൈസിനെ തടുക്കാനായി സൺ ടെമ്പിളിലേക്ക് വരാൻ ആ ചെറുപ്പക്കാരനോട് അയാളുടെ മാസ്റ്റർ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തു മറുപടിയാണ് തൻ്റെ അടുത്ത് നിൽക്കുന്ന ആളോട് അതിന് പറയേണ്ടതെന്ന് ടൈലർ ആലോചിക്കുമ്പോൾ അങ്ങ് ദൂരെ വേറൊരു സ്ഥലത്ത് വെസ്റ്റ് ലുക്കോസിയുടെ അതിർത്തിക്കുള്ളിൽ ഒരു മനുഷ്യൻ ഒരു കുളത്തിനടുത്ത് നിന്ന് മീൻ പിടിക്കുകയാണ്. അയാൾ അന്ന് ഒരുപാട് മീൻ പിടിച്ചു. 2 കൂട്ട നിറയെ മീന് അയാൾ പിടിച്ചിരിക്കുകയാണ്. ആ 2 കൂട്ട നിറയെ മീൻ പിടിച്ച മനുഷ്യൻ മുടിയൊന്നും കോതി വെക്കാതെ അലസമായി വസ്ത്രം ധരിച്ച് ആ 2 കൂട്ടയും ഷോൾഡറിലൂടെ തൂക്കിയിട്ടുകൊണ്ട് നടന്ന് അയാളുടെ വീടിനടുത്തേക്ക് വരികയാണ്. അയാൾ അങ്ങനെ നടന്ന് വീടിനടുത്ത് എത്താറായപ്പോൾ കുറച്ച് കൊച്ചുകുട്ടികൾ അയാളങ്ങ് വളഞ്ഞു. അയാളെ വളഞ്ഞ കൊച്ചുകുട്ടികൾ അയാളോട് പറഞ്ഞു, ഷാഗൻ, ഇന്ന് ഒരുപാട് മീൻ കിട്ടിയിരിക്കുകയാണല്ലോ. ഷേഗൻ, ഇതെടുത്തിട്ട് എനിക്ക് മീൻ തന്നൂടെ? അങ്ങനെ പറഞ്ഞുകൊണ്ട് അതിൽ ഒരു കൊച്ചുകുട്ടി മനോഹരമായ 2 ഉരുളൻ കല്ലുകൾ അയാളുടെ പോക്കറ്റിനകത്തേക്ക് ഇട്ടു. അതിനുശേഷം ആ കൊച്ചുകുട്ടി കൈയിട്ട് കുട്ടയിൽ നിന്ന് 3-4 മീനങ്ങ് എടുക്കുകയും ചെയ്തു. ആ കൊച്ചുകുട്ടി ആ മീൻ പിറക്കുന്ന കണ്ടതും ആ കൊച്ചുകുട്ടിക്കൊപ്പം വന്ന മറ്റു കുട്ടികളും അതുപോലുള്ള ഉരുളൻ കല്ലുകൾ ഷെയ്ഖിൻ്റെ പോക്കറ്റിലോട്ട് ഇട്ടിട്ട് അയാൾ കൊണ്ടുവന്ന കുട്ടയിൽ നിന്ന് മീനുകൾ ഒന്നൊന്നായി പിറക്കിയെടുത്തു തുടങ്ങി. ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ അയാളുടെ 2 പോക്കറ്റിലും നിറയെ കല്ലുകളായി. അയാളുടെ 2 ബക്കറ്റിലും ഉണ്ടായിരുന്ന മുഴുവൻ മീനുകളും ആ കുട്ടികൾ കൊണ്ടുപോവുകയും ചെയ്തു. അയാൾ അത് കണ്ട് ചിരിച്ചുകൊണ്ട് ആ ഒടിഞ്ഞ ബക്കറ്റുമായി അയാളുടെ വീട്ടിലേക്ക് വന്നു. അയാൾ വീടിനടുത്തേക്ക് വരുന്നത് കണ്ടതും വീടിനകത്തു നിന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് ഇറങ്ങി വന്നു. ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് ഷേഖനോട് ചോദിച്ചു, ഷേഖൻ, ഇന്നും മീനൊന്നും കിട്ടിയില്ലേ? അങ്ങനെ ചോദിക്കുമ്പോൾ അയാൾ അയാളുടെ പോക്കറ്റിൽ നിന്ന് ആ ഉരുളൻ കല്ലുകൾ പുറത്തേക്ക് ഇടുകയാണ്. ഷേഖൻ, ഇന്നും ആ മീനൊക്കെ കൊച്ചുകുട്ടിയെ കൊടുത്തല്ലേ? അവർ ഇന്നും ഷേഖനെ പറ്റിച്ചല്ലേ? ഷേഖൻ, എന്താ ഇങ്ങനെ? നിങ്ങളെന്താ മനസ്സിലാക്കാത്തെ? അങ്ങനെ പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ ഷേഖനോട് പറഞ്ഞു, ഷേഖൻ, സാരമില്ല, പോയി കുളിച്ചിട്ട് വാ, ഞാൻ ഭക്ഷണം എടുത്തു വയ്ക്കാം. അത് കേട്ടപ്പോൾ ചിരിച്ചുകൊണ്ട് ഷേഖൻ കുളിക്കാനായിപ്പോയി. ഷേഖൻ കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും മേശപ്പുറത്ത് ഭക്ഷണമെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ ഷേഖൻ മേശയുടെ അടുത്തിരുന്നതും ആ സ്ത്രീ ഷേഖനോട് പറഞ്ഞു, ഷേഖൻ, ഞാനേ മാർക്കറ്റിലോട്ടൊന്ന് പോവുകയാണേ, ഭക്ഷണം കഴിഞ്ഞിട്ട് ഷേഖൻ ഇവിടെ തന്നെ ഇരിക്കേ, ഞാനിപ്പോൾ വരാം. അങ്ങനെ ആ സ്ത്രീ പറഞ്ഞതും ഷേഖൻ തലയാട്ടി. ആ സ്ത്രീ ചിരിച്ചുകൊണ്ട് ഷേഖനോട് യാത്ര പറഞ്ഞ് മാർക്കറ്റിലോട്ട് തിരിച്ചു. ഷേഖൻ ഭക്ഷണം കഴിച്ചു തുടങ്ങി. ശരിക്കും സന്തോഷത്തോടു കൂടി ഷേഖൻ ഓരോ ഭക്ഷണപദാർത്ഥങ്ങൾ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പ്രാവ് പറന്നു വന്ന് ആ മേശപ്പുറത്തിരുന്നത്. ആ പ്രാവ് ഷേഖന്റെ മേശയ്ക്ക് തൊട്ടു മുന്നിൽ വന്നിരുന്നതും ഷേഖൻ ആ പ്രാവിനെ ഒന്ന് എടുത്തു. ആ പ്രാവിന്റെ കഴുത്തിൽ ഒരു പേപ്പർ ചുരുട്ടി കെട്ടിയിട്ടിരിക്കുകയാണ്.
ഷേഗൻ ആ ചുരുള് പുറത്തെടുത്തു. ആ ചുരുളിൽ ഒരു വാചകം എഴുതിയിട്ടുണ്ട്. ആ പേപ്പറിൽ എഴുതിയിരിക്കുന്ന കാര്യം ഷേഗൻ വായിച്ചു കഴിഞ്ഞതും ഷേഗൻ ആ പേപ്പർ കയ്യിൽ വെച്ച് ഒന്ന് ഉരുട്ടി. പെട്ടെന്ന് ആ പേപ്പർ അങ്ങ് കത്തിപ്പോയി. 10 വർഷം കഴിഞ്ഞിരിക്കുന്നു. പെട്ടെന്ന് ഷേഗന്റെ വായിൽ നിന്ന് വന്ന വാചകം അതാണ്. അങ്ങനെ പറഞ്ഞിട്ട് ഷേഗൻ പെട്ടെന്ന് അവിടുന്ന് പുറത്തേക്ക് കിടന്ന് ആ വീടിൻ്റെ പുറകുവശത്ത് ഒരു ചായ്പുണ്ട്. ചായ്പിൻ്റെ ഭാഗത്തേക്ക് വന്ന് അവിടെ തറയിൽ കുഴിച്ചു തുടങ്ങി. അല്പസമയം കഴിഞ്ഞതും ഷേഗൻ ഒരു പെട്ടി അവിടെ മണ്ണിൽ നിന്ന് പുറത്തെടുത്തു. ആ പെട്ടി അയാൾ തുടച്ചു വൃത്തിയാക്കി. അതിനുശേഷം ആ പെട്ടി ഒന്ന് തുറന്നു. ആ പെട്ടിക്കകത്ത് ഇരുമ്പിലുള്ള ഒരു വാളുണ്ട്. ആ വാള് ശരിക്കും തുരുമ്പ് പിടിച്ചിട്ടുണ്ട്. ഷേഗൻ ആ വാള് ഇടത് കൈകൊണ്ട് കയ്യിലെടുത്തു. ആ വാളിൽ അയാൾ വലത് കൈകൊണ്ട് ഒന്ന് തട്ടി. ആ വാളിൽ ഷേഗൻ വലത് കൈകൊണ്ട് തട്ടിയതും ആ വാള് ഒന്ന് വിറച്ചു. കണ്ണഞ്ചിപ്പിക്കുന്ന വേഗതയിൽ ആ വാളിലുണ്ടായിരുന്ന ആ തുരുമ്പ് പതുക്കെ അപ്രത്യക്ഷമാവുകയാണ്. ശരിക്കും ആ തുരുമ്പ് മുഴുവൻ താഴേക്കങ്ങ് വീണു. നിമിഷ നേരങ്ങൾ കൊണ്ട് ശരിക്കും തിളക്കമുള്ള ഒരു വാളായി അതങ്ങ് മാറി. ആ വാളിലേക്ക് നോക്കി ഷേഗൻ ആ വാളിനോട് പറഞ്ഞു, നമ്മുടെ അവസാന യാത്ര ആരംഭിക്കുകയാണ്. ലോകത്തെ നമ്പർ 1 വാൾ എന്നറിയപ്പെടുന്ന ഡ്രാഗൺ സോഡാണ് ആ മനുഷ്യൻ്റെ കയ്യിലിരിക്കുന്നത്. ആ വാള് കയ്യിലെടുത്ത ഷേഗൻ അയാളുടെ ആ പെട്ടി തുടച്ച് വൃത്തിയാക്കി അതിനകത്തെ വാളുറയിലേക്ക് ആ വാൾ വെച്ചതിന് ശേഷം അതിവേഗം റെഡിയായി പുറത്തേക്ക് ഇറങ്ങി. അയാൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി അവിടേക്ക് വന്നു. ആ പെൺകുട്ടിയെ കണ്ടതും ഷേഗൻ അവിടെ നിന്നു. അവിടേക്ക് വന്ന പെൺകുട്ടി ഷേഗനെ കണ്ട് ഏതാണ്ട് ഞെട്ടി നിൽക്കുകയാണ്. അവൾക്ക് പരിചയമുള്ള ഷേഗൻ അല്ല ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ഷേഗൻ സാധാരണ മുടി കോതാത്ത മനുഷ്യനാണ്. അലസമായി വസ്ത്രം ധരിക്കുന്ന വ്യക്തിയാണ്. പക്ഷെ ഇപ്പോൾ അവൾ കാണുന്ന ഷേഗൻ നല്ല രീതിയിൽ വസ്ത്രം ധരിച്ച് മുടി നന്നായി കോതി ഒതുക്കി സുന്ദരനായി മാറിയിരിക്കുന്ന ഒരാളാണ്. അത് കണ്ട് ആ കൊച്ചുകുട്ടി അമ്പരപ്പോടെ ഷേഗനെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ ഓടി വന്നിരിക്കുന്ന കുട്ടിക്ക് 5 or 6 വയസ്സ് പ്രായം വരും. ആ കൊച്ചു പെൺകുട്ടിയുടെ കയ്യിൽ 1-2 മീനും ഞണ്ടും ഒക്കെ ഉണ്ട്. നേരത്തെ ഷേഗൻ പിടിച്ചുകൊണ്ട് വന്ന അതേ മീനും ഞണ്ടും ഒക്കെയാണ് അവിടെ കയ്യിലിരിക്കുന്നത്. അത് കണ്ടതും ഷേഗൻ ആ കുട്ടിയോട് ചോദിച്ചു, ഏയ് മോളെ, നീ ഇന്നും അടിയുണ്ടാക്കിയല്ലേ? അവളുടെ ദേഹത്തെ ചെളിയും മണ്ണും ഒക്കെ കണ്ടപ്പോൾ ഷേഗൻ ചോദിച്ചു പോയതാണ്. ഷേഗൻ, ഞാൻ പിന്നെ എങ്ങനെ അടിയുണ്ടാക്കാതിരിക്കും? ഇന്നും ഷേഗനെ അവർ പറ്റിച്ചില്ലേ? ഹേയ് മോളെ, അതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നതല്ലേ, നീ ഇനി അങ്ങനെയൊന്നും അടിയുണ്ടാക്കണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ഷേഗൻ അയാളുടെ ബാഗ് തുറന്ന് ഒരു ബുക്ക് പുറത്തെടുത്ത് ആ ബുക്ക് ആ കുട്ടിയുടെ കയ്യിലേക്ക് വെച്ചു. മോളെ, ഇത് നീ സൂക്ഷിക്കണം. ഞാനിപ്പോൾ എൻ്റെ ഒരു സുഹൃത്തിനെ കാണാനായി പുറത്തേക്ക് പോവുകയാണ്. തൻ്റെ കയ്യിലേക്ക് വെച്ച ബുക്കിലേക്ക് നോക്കി ആ കൊച്ചു പെൺകുട്ടി ഷേഗനോട് പറഞ്ഞു, എനിക്ക് ഇതിൽ എഴുതിയിരിക്കുന്നൊന്നും വായിക്കാൻ അറിയില്ലല്ലോ. മോളെ, സാരമില്ല, നീ വലുതാകുമ്പോൾ വായിക്കുമല്ലോ, അപ്പോൾ നിനക്ക് കാര്യങ്ങൾ മനസ്സിലാകും. അങ്ങനെ പറഞ്ഞിട്ട് ഷേഗൻ പുറത്തേക്ക് നടക്കുകയാണ്. പുറത്തേക്ക് നടക്കുന്നതിനിടയിൽ അയാൾ ആ കൊച്ചു പെൺകുട്ടിയോട് പറഞ്ഞു, മോളെ, എൻ്റെ പേര് ഷേഗൻ എന്നല്ല, എൻ്റെ പേര് ബായ് ലീ എന്നാണ്. ബായ് ലീ. അവൾ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു പേര് കേൾക്കുന്നത്. ബായ് ലീ എന്ന ആ പേര് പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ആ കൊച്ചുകുട്ടിയുടെ യാത്ര പറഞ്ഞ് ബാഗും തൂക്കി പതുക്കെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. അയാൾ നടന്നു വരുമ്പോൾ മാർക്കറ്റിലുള്ള പലരും അയാളെ കണ്ടു. ശരിക്കും ഒരു അമ്പരപ്പ് മാർക്കറ്റിലുള്ള ആളുകൾക്കൊക്കെ ആ കാഴ്ച ഉണ്ടാക്കുകയാണ്. സാധാരണഗതിയിൽ തല കുനിച്ച് 2 ബക്കറ്റുമായി നടന്നു പോകുന്ന അല്ലെങ്കിൽ സാധനങ്ങളുമായി നടന്നു പോകുന്ന ഷെയ്ഖിനെ അവർക്ക് പരിചയമുണ്ട്. പക്ഷെ ഇപ്പോൾ ഷെയ്ഖൻ ആ മാർക്കറ്റിലൂടെ അങ്ങനെ നടന്നു വരുന്നത് വളരെ മനോഹരമായ സ്റ്റെപ്പുകളുമായിട്ടാണ്. ശരിക്കും ഒരു സുന്ദരനാണ് ഷെയ്ഖൻ എന്ന് ആ കാഴ്ച വല്ലാതെ വിളിച്ചു പറയുകയാണ്. അത് കണ്ടതും ഷെയ്ഖിൻ്റെ ഭാര്യയോടായി ആളുകൾ പറഞ്ഞു, ഏയ് നീ അത് കണ്ടോ? അതാരാ വരുന്നത് കണ്ടോ? ആളുകൾ അങ്ങനെ പറയുന്നത് കേട്ടപ്പോൾ ആ സ്ത്രീ തിരിഞ്ഞു നോക്കി. ശരിക്കും ആ സ്ത്രീ ഞെട്ടിയെന്ന് പറയാം. കഴിഞ്ഞ 10 കൊല്ലവും തന്നോടൊപ്പം ഉണ്ടായിരുന്ന ഷെയ്ഖൻ ഇതാ ആകെ മാറി മറിഞ്ഞിരിക്കുന്നു. ശരിക്കും ഒരു മണ്ണുണ്ണിയായിട്ടാണ്, പാവമായിട്ടാണ് ഷെയ്ഖിനെ അവൾ കണ്ടിരുന്നത്. ഷെയ്ഖൻ പെട്ടെന്ന് ഇതാ അവൾക്ക് പോലും അറിയാത്ത ശൈലിയിൽ ഒരു വല്ലാത്ത മനുഷ്യനായി മാറിയിരിക്കുന്നു. ശരിക്കും തലയെടുപ്പുള്ള ചുറുചുറുക്കുള്ള ഒരു ആളായി അയാൾ മാറിയിരിക്കുകയാണ്. അമ്പരപ്പോടെ
അവൾ ഓടി ഷെയ്ഖിനടുത്ത് വന്നതും ഷെയ്ഖിൻ ചിരിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു, ഞാൻ ഒരു യാത്ര പോവുകയാണ്. ആദ്യമായിട്ടാണ് ഷെയ്ഖിൻ ഒരു പൂർണ്ണ വാചകം അവളോട് പറയുന്നത്. ഷെയ്ഖിൻ സാധാരണ ഇതിൽ സംസാരിക്കാറേ ഇല്ല. ഷെയ്ഖിൻ എന്താ പറഞ്ഞേ? ഹേയ്, ഞാൻ ഒരു യാത്ര പോവുകയാണെന്നാണ് പറഞ്ഞത്. ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് മടങ്ങി വരും. ചിലപ്പോൾ ഞാൻ ഒത്തിരി സമയമെടുത്തേക്കും. നീ മകളുടെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കണം. ഷെയ്ഖിൻ സംസാരിക്കുന്നത് വേറെ ആളുകളൊക്കെ കേൾക്കുന്നുണ്ട്. അവർക്കൊക്കെ ശരിക്കും ഒരു അതിശയം. സംസാരിക്കാത്ത ഒരു തികഞ്ഞ അപ്പാവിയായ മണ്ണുണ്ണിയായ ഷെയ്ഖിനെ അവരെല്ലാവരും കണ്ടിട്ടുണ്ട്. അവരെല്ലാവരും ഷെയ്ഖിനെ കളിയാക്കാറുമുണ്ട്. പക്ഷെ ഷെയ്ഖിൻ ഇപ്പോൾ ഇതാ കൂളായി സംസാരിക്കുകയാണ്. അമ്പരന്ന് നിൽക്കുന്ന ആ ലേഡി എന്ന് നോക്കിയിട്ട് ഷെയ്ഖിൻ അവളോട് പറഞ്ഞു, നോക്ക്, ഞാൻ ശരിക്കും നിനക്കൊപ്പം സന്തോഷവാനായിട്ടാണ് ഇത്രയും നാൾ കഴിഞ്ഞത്. എനിക്ക് ഇപ്പോൾ ഒരു കാര്യമുണ്ട്. ഞാൻ ആ കാര്യം പൂർത്തീകരിക്കാനായി യാത്ര പോവുകയാണ്. ഷെയ്ഖിൻ ഉറപ്പായും മടങ്ങി വരില്ലേ? ആ സ്ത്രീ അറിയാതെ ചോദിച്ചു പോയ ചോദ്യമാണ്. അത് കേട്ടതും ഷെയ്ഖിൻ ആ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ ശ്രമിക്കാം. അങ്ങനെ പറഞ്ഞിട്ട് ഷെയ്ഖിൻ നടന്നു തുടങ്ങിയതും ആ സ്ത്രീ ഷെയ്ഖിനോട് പെട്ടെന്ന് ആ ചോദ്യം ചോദിച്ചു, അല്ല, എന്താ നിങ്ങളുടെ പേര്? അയാൾ തിരിഞ്ഞ് ആ സ്ത്രീയോട് പറഞ്ഞു, ഞാൻ ബായ് ലീ. ബായ് ലീ എന്ന പേര് കേട്ടപ്പോൾ പ്രത്യേകിച്ച് ഒരു പ്രത്യേകതയും ആ സ്ത്രീക്ക് തോന്നിയില്ല. പക്ഷെ ആ നിമിഷത്തിൽ അങ്ങ് ദൂരെ ഒരു ഷീറ്റിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ അതിനകത്തുള്ള ഒരു പേരിലേക്ക് സൂക്ഷിച്ചു നോക്കുകയാണ്. അയാളുടെ മുന്നിലുള്ള ഷീറ്റ് ലോകത്തെ ഏറ്റവും മിടുക്കരായ യോദ്ധാക്കളുടെ ലിസ്റ്റാണ്. അതിനകത്ത് ആർമി എന്നോ മാർഷൽ ആർട്സ് എന്നോ ഒരു വ്യത്യാസവുമില്ല. ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ല. ആ ലിസ്റ്റിലെ 3-ാം സ്ഥാനത്ത് നമുക്ക് ആ പേര് കാണാം, ബായ് ലീ. അതിന് നേരെ ഒരു വിശേഷണമുണ്ട്, ദി സോഡ് മാസ്റ്റർ. കഥയുടെ ഈ ഭാഗം ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത ഭാഗവുമായി അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ഡസൻ റൈസിന്റെ കഥ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റുകൾ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.